വല്ലഭാനി സ്നേഹമോക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭാനി സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ എത്ര വർണ്ണിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കർത്താവ് പ്രിയ സന്ധ്യ സിസ്റ്ററിനായി പിന്നെ നന്ദി പറയുന്നു. കർത്താവ് സിസ്റ്റർ ഇന്നലെ വിളിക്കാൻ പരിചയപ്പെടാനൊക്കെ ദൈവം ഒരിക്കൽ കൃപയ്ക്കായി ഈ കൂട്ടായ്മയിൽ കർത്താവിന്റെ നാമത്തെ പറയുവാനും കർത്താവ് കഴിഞ്ഞ 20 വർഷക്കാലമായി നടത്തിയ കാര്യങ്ങളൊക്കെ വീണ്ടും കർത്താവ് ഒരിക്കൽ കൂടെ ഓർക്കുവാനും ആ ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെ ദൈവം ഒരിക്കൽ നല്ല സമയത്തിനായി നന്ദി കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എന്റെ പേര് ജയകുമാർ എന്നാണ്. ഞാൻ ആലപ്പുഴ ആലപ്പുഴ തെക്ക് പഞ്ചായത്ത്, വടക്ക് പഞ്ചായത്ത്, മണ്ണഞ്ചേരി എന്ന പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ഹല്ലേലൂയ. വൈഫ് ജയ, മക്കൾ രണ്ടുപേരുണ്ട്. മൂത്ത മോൻ ഇവിടെ ദുബായിൽ അക്കൗണ്ടന്റ് ആണ്. ഇളയമാൻ ബാംഗ്ലൂർ ബയോകോളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ 2024 ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. കർത്താവെ വളരെ യാദൃശ്യമായിട്ട് ഞാൻ യാദൃശ്യമായിരിക്കും, പക്ഷെ ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ടു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ വളരെ ഭക്തിയോടും വലുതായിട്ട് ജീവിച്ചു പോന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. പഠിച്ചിറങ്ങിയ അച്ഛൻ എനിക്ക് ആലപ്പുഴ എക്സ്ട്രാസ് എന്ന ഒരു ബോട്ടിലൊക്കെ ഉണ്ടാകുന്ന കമ്പനിയിൽ എനിക്ക് ജോലി മേടിച്ചു തന്നു, അച്ഛനോട് ജോലി ഇരുന്നപ്പോൾ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അച്ഛന്റെ കൂടെ ജോലിയുള്ള 27 വയസ്സൊക്കെ ആയ സമയത്താണ് അച്ഛന്റെ കൂടെ ജോലിയുള്ള ഒരാളുടെ മോളെ വിവാഹം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അച്ഛന്മാരാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി, പോലീസ് ക്വാർട്ടേഴ്സിലൊക്കെ താമസം, ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രയാസം ഒന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ലൈഫായിരുന്നു. അച്ഛന്റെ കൂടെ ജോലിയുള്ള മോളായിരുന്നു, വിവാഹം കഴിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങൾ 2 പേര്. എനിക്ക് എക്സലാസ് എന്ന കമ്പനി ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ജോലിയായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോട് കുടുംബജീവിതം എങ്ങനെ നയിച്ചു. അങ്ങനെ ഒരു കിട്ടിയ ഷെയർ ഒക്കെ കിട്ടിയ സ്ഥലത്ത് ഒരു വീടൊക്കെ വെച്ചു. അങ്ങനെ 35 വയസ്സായപ്പോൾ സാധാരണ ചെറുപ്പക്കാർക്ക് കിട്ടാവുന്ന എല്ലാ സെറ്റിൽമെന്റ് ആയെന്ന് പറയാം. ലോ പ്രകാരമുള്ള പറയുവാണ്, സെറ്റിൽമെന്റ് ആയി. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ജോലി ചെയ്തു. ലോ പ്രകാരമുള്ള നമ്മുടെ അങ്ങനെ നമ്മള് ദൈവഭക്തിയോട് ജീവിക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോട് പോകുന്ന ആ സമയത്ത് എല്ലാം എന്റെ ഹൃദയത്തിൽ അറിയാതെ ഒരു ശൂന്യത വന്നു. എല്ലാം എനിക്കുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, കുഞ്ഞുങ്ങളെല്ലാം ലോകത്തിലെല്ലാം ഉണ്ട്. എന്റെ ഹൃദയത്തിൽ ഒരു ശൂന്യതയാണ്. ഞങ്ങൾ അമ്പലത്തിൽ നിരന്തരം അമ്പലങ്ങളിൽ പോകും, പ്രാർത്ഥിക്കുകയും വീട്ടിൽ പ്രാർത്ഥന, അങ്ങനെ നിരന്തരം നമ്മുടെ ആചാരപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഉള്ളിൽ ഒരു ശൂന്യതയാണ്, ഒരു സങ്കടമാണ്. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല, എന്തൊരു ശൂന്യത. അപ്പൊ ഇതൊരു എന്റെ ജീവിതത്തിൽ വലിയൊരു അന്വേഷണമായി പോയി. അത് എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എനിക്ക് ജോലി ചെയ്യാനൊരു സന്തോഷമില്ല. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് പോയി ലീവ് എടുക്കുക, കൃത്യമായി ശമ്പളം മേടിക്കാൻ പോകത്തില്ല. അങ്ങനെ ലൈഫിൽ എന്തൊക്കെയോ വല്ലാത്തൊരു പ്രതിസന്ധി ഇങ്ങനെ കൊണ്ടുകൂടുന്നു. എന്ന കാര്യമൊന്നുമില്ല, കടബാധ്യതയില്ല, എല്ലാം സന്തോഷത്തോടായിരിക്കുന്നു. അത്യാവശ്യം ബന്ധുക്കാരെല്ലാം സപ്പോർട്ടും സഹായങ്ങളും ഹാലയിലും എല്ലാം ഉണ്ട്. ഹാലയിലും എന്തുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ അന്വേഷണമാണ്. ഇങ്ങനെ പോകാത്ത സ്ഥലങ്ങളില്ല. അമ്പലങ്ങളിൽ പോകുന്നു, ഹാലയിലും ഇന്ന വഴിപാട് കഴിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു, പക്ഷെ ആ സന്തോഷത്തിലേക്ക് പോകാൻ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ എന്തോ എന്റെ ജീവിതമൊക്കെ തീർന്നു പോകുന്ന ഒരു മൈൻഡ്, അറിയാതെ എന്നെ ഉള്ളിൽ പിടികൂടും. എല്ലാം തീർന്നു പോകണം, എല്ലാം ലോകപ്രായം നോക്കണം, ഒന്നുമില്ല, എല്ലാവരും ഉണ്ട്, ബന്ധുബലമുണ്ട്, എല്ലാ അത്യാവശ്യ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഇങ്ങനെ പോകും. പിന്നെ ഓരോരുത്തർ പറയും ഇന്നത് ചെയ്ത് മതി, അങ്ങനെ വീട്ടിൽ നിന്ന് നാരങ്ങളൊക്കെ കത്തിക്കുക, പ്രാർത്ഥിക്കുക, നമ്മുടെ അറിയാവുന്ന പാരമ്പര്യം ചെയ്യുന്നു. ഇങ്ങനെ കുറെ ചെയ്ത്, ഇങ്ങനെ കുറെ നാൾ ചെയ്ത് അങ്ങനെയാണ് ഒരു രാത്രി ജീസസിനെ ഒരു ദർശനം കാണാൻ കർത്താവിന് കൃപയും. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് എന്താണെന്നും അറിയത്തില്ല. ഞാൻ പഠിച്ചത് ലിയത്തൻസ് സ്കൂളാണ്. അതിനോടനുബന്ധിച്ച് അന്തോണിസ്വാന്റെ ഒരു പള്ളിയുണ്ട്. അപ്പൊ എല്ലാ ചൊവ്വാഴ്ചകളും സ്കൂൾ കഴിഞ്ഞ ആ പള്ളിയിൽ നൊവേനയ്ക്ക് വരും. അന്നത്തെ ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ആ ബന്ധമുള്ളൂ. എന്നാൽ എന്റെ കൊച്ചിലോട്ട് ഒരു ബൈബിൾ, അടിസ്ഥാന ഒരു ബൈബിൾ എനിക്ക് ആരോ തന്നതാണ്. ഞാനിങ്ങനെ വായിച്ചിട്ടില്ല, സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ വായിച്ചിട്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് ഈശ്വരനെ കുറിച്ച് ഓർക്കുവാനും ചിന്തിക്കാനും ഒരു ദർശനം ഞാൻ കാണുകയൊക്കെ ചെയ്യാനിടയായി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ അപ്പച്ചയുടെ മോൻ, പുള്ളി വിശ്വാസത്തിലേക്ക് വന്ന ഒരു സുവിശേഷനാണ്. അപ്പൊ പുള്ളി വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികളൊന്നും പുള്ളി വരുത്തില്ല. അങ്ങനെ പുള്ളി ഇങ്ങനെ പോയോണ്ട് എല്ലാവർക്കും പുള്ളിയോട് ഒരു അതിർത്തി, ബുദ്ധിമുട്ടൊക്കെ. അപ്പൊ പുള്ളി വർഷങ്ങൾ ശേഷം ഞങ്ങളുടെ വീട്ടിൽ വരുന്നു. അപ്പൊ അങ്ങനെ വീട്ടിൽ വന്ന അച്ഛനൊക്കെ ഉണ്ട്. ഇങ്ങനെ പുള്ളി യേശുവിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ പൂജാമുറിയുണ്ട്, എല്ലാ ദൈവങ്ങളോട് കൂട്ടത്തിൽ എന്റെ യേശു കൂടി ഇരുന്നോട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പുള്ളി വരുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ എന്റെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം, തണുപ്പും വരണം. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കും. പുള്ളി ആ സമയത്ത്, സാറിന് പുള്ളി എറണാകുളത്ത് ജോലിയുണ്ട്, ശനി ഞായർ അവധി കിട്ടുമ്പോഴാണ് പുള്ളി വരുന്നത്. പിറ്റേ തിങ്കളാഴ്ച വെളുപ്പിനെ പുള്ളി പോവുകയും ചെയ്യും. 2 ദിവസം പുള്ളി ബൈബിളും കൊണ്ട് ഓരോ കാര്യങ്ങൾ ഓർക്കും. അതിന് ഉള്ളിൽ വലിയൊരു സമാധാനം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി.
പുള്ളി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ ദിവസം പുള്ളി വരിക. എനിക്കറിയത്തില്ല, പുള്ളി വന്ന് പുള്ളിയായിട്ട് സംസാരിക്കും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ. അപ്പൊ ഇന്നാണ് എനിക്ക് പരിശുദ്ധാത്മാവിന് തന്ന സമാധാനം. അന്നൊരു വൈബ്രേഷൻ പോലെ എന്റെ ഉള്ളിൽ എനിക്ക് തോന്നുക. അപ്പൊ പുള്ളി സുവിശേഷമൊക്കെ പറഞ്ഞ് കുറെ നാള് ഇടയ്ക്കൊക്കെ 3-4 മാസമൊക്കെ പുള്ളി വന്നിട്ട് പുള്ളി പോയി. പുള്ളിനെ ചർച്ചിൽ പോകണമെന്നോ ഒന്നും പുള്ളി പറഞ്ഞില്ല. പുള്ളി വന്ന് കുറെ ബൈബിൾ വചനം പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പുള്ളി ഇങ്ങനെ യേശുവിന്റെ കാര്യം പക്ഷെ ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പൊ അങ്ങനെ ഇരുന്ന് അങ്ങനെ ഞാനിവിടെ ആലപ്പുഴ എന്നാലും എന്റെ അവസ്ഥയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റമില്ല. ഇങ്ങനെ ടെൻഷനും അസ്വസ്ഥയും എന്താണെന്ന് എനിക്കറിയത്തില്ല. ലൈഫിൽ ഇങ്ങനെ എന്നാ ഒന്നുണ്ട്, ജോലിക്ക് അത്യാവശ്യം ജോലിയുണ്ട്, കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല, കുടുംബജീവിതവും കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നപ്പോ ആലപ്പുഴ PG വർഗീസിന്റെ മീറ്റിംഗ് ഇവിടെ ഐശ്വര്യ ഓഡിറ്റോറിയം ഇങ്ങനെ നോട്ട് ഇങ്ങനെ പിന്നെ ഇത് പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഒന്ന് പോയേക്കാൻ പറഞ്ഞ വീട്ടിൽ വന്ന് വൈഫിനോട് പറഞ്ഞു ഞാൻ മീറ്റിംഗ് ഉണ്ട് പോയി. എനിക്കറിയാം അവിടെ നടക്കാം. മീറ്റിംഗ് കയറി ചെന്നപ്പോ അവിടുത്തെ ആരാധന കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആരാധന കാണുന്നത്. അവിടെ എന്ത് പറ്റി എല്ലാവരും കിടന്ന് ഇങ്ങനെ തുള്ളിയും പിന്നെ ഇതെന്ത് നമുക്കൊരു വലിയൊരു ഭീകരത പോലെ എനിക്ക് അന്ന് തോന്നി ആരാധന ഉണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഹോള് വിട്ട് പുറത്തു വരണമെന്ന് എനിക്ക് ആഗ്രഹം. പെട്ടെന്ന് ഇതൊക്കെ ആരും കാണാതെ തന്നെ ഇനി പരിചയക്കാർ വല്ലതും ഉണ്ടോ കാണാതെ തന്നെ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് അങ്ങ് പുറത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ആ ഗേറ്റിൽ പുറത്ത് നോക്കുമ്പോൾ എന്റെ എക്സൽ ക്ലാസ് ജോലി ചെയ്തിട്ട് അവിടുത്തെ ടൈം ക്ലർക്ക് സെക്രട്ടറി പുള്ളി ഒരു വിശ്വാസിയാണ്. പുള്ളിയുടെ മുന്നിൽ പുള്ളി ഗേറ്റിന്റെ അവിടെ പുള്ളിയുടെ മുന്നിലായിട്ട് നിന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പുള്ളിക്കാരൻ പറയും എന്തിനാ ജവന്മാർ ഇവിടെ? ഞാൻ പറയാം ഇവിടെ ഇതുവഴി ഒക്കെ കയറിയത്. പറഞ്ഞു ജവന്മാർ അങ്ങനെ പെട്ടെന്നൊന്നും ആൾക്കാർക്ക് ദൈവം തൊടാതെ കയറി വരാൻ പറ്റത്തില്ല. ഓ, ഞാൻ പറഞ്ഞു ഇവരെല്ലാം ഇങ്ങനത്തെ ശൈലിയിൽ പറയത്തുള്ളല്ലോ. ഞാൻ പറഞ്ഞു അത് വെറുതെ കയറുന്നുള്ളൂ സാറാ ഇത് കൂട്ട്. ഞാൻ ഇതുവഴി പോയപ്പോ ഇവിടെ നിന്ന് മീറ്റിംഗ് അവിടെ കയറിയെന്നേ ഉള്ളൂ. ശരി. പിറ്റേ ദിവസം ഞാൻ കമ്പനി ചെല്ലുമ്പോൾ എന്റെ കാർഡ് പഞ്ച് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കർത്താവിന്റെ കാര്യം ഇങ്ങനെ പറയും. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ദൈവം മാറ്റിത്തരും, ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ ഞാൻ ആ സമയം പുള്ളിക്കാരൻ പോയി കഴിഞ്ഞാൽ കാർഡ് പഞ്ച് ചെയ്യത്തുള്ളൂ. പുള്ളി ഇങ്ങനെ മടിച്ചു. അപ്പൊ എന്നോട് ദിവസം പറയും ഞാൻ പോകുന്ന ഒരു ദേവദാസനുണ്ട്, പീറ്റർ പാസ്റ്റർ എന്നാണ്, ആലപ്പുഴയാണ് ടൗണിൽ ചർച്ച്. പുള്ളിയായിട്ട് ഒന്ന് സംസാരിക്കും. അപ്പൊ ജവന്മാർ ഒത്തിരി ഫ്രീ ആവും, ജവന്മാരുടെ എല്ലാ ഇപ്പൊ ഈ അസ്വസ്ഥയ്ക്കൊക്കെ ഒരു പരിഹാരമാവും എന്നൊക്കെ പറയും, സമാധാനം കിട്ടും എന്നൊക്കെ പറയും. ശരി എന്ന് പറഞ്ഞ പുള്ളി ഒരു ദിവസം പറഞ്ഞു. അങ്ങനെ ആ ദേവദാസന്റെ വീട്ടിൽ പുള്ളിക്കാരൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ചു. 1-1.5 മണിക്കൂർ യേശുവിന്റെ കാര്യങ്ങളും പാവികൾക്ക് വേണ്ടിയാണ് യേശു വന്നത്, സുവിശേഷമൊക്കെ പുള്ളി പറഞ്ഞു. എല്ലാം കേട്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പിന്നെ സംഭവമാണ്. ഓ, ഇത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഒരു പാരമ്പര്യത്തെ വിശ്വസിച്ച് പോകുന്നു. ഇതിനോട് ആവശ്യമില്ലാണ്ട് ആ ഒരു 6 മാസത്തോളം ഞാനിങ്ങനെ പുള്ളിക്കാരനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ അത്ര വലിയ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ എന്റെ ഈ പ്രഷർ അങ്ങോട്ട് കൂടി എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല. എന്റെ പ്രഷർ ഉള്ളിൽ ടെൻഷനും അസ്വസ്ഥത എന്തെങ്കിലും ലൈഫ് അവസാനിക്കും അങ്ങനെയുള്ള തോന്നലുകളും ഭയങ്ങളും ഇങ്ങനെ വല്ലാതെ തന്നെ പിടികൂടുക. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരിക്കൽ ഇവിടെ പറഞ്ഞു ദേവസ്വം ഞങ്ങളുടെ ഒരു തത്തമ്പള്ളി ഒരു ഹൗസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് ബ്രദർ, അവിടെ ചൊവ്വാഴ്ച എല്ലാ ദിവസവും 6 മണിക്ക് മീറ്റിംഗ് ഉണ്ട് എല്ലാ ചൊവ്വാഴ്ച. ഒരു ദിവസം ഞാനിങ്ങനെ കറങ്ങി, എനിക്ക് സ്ഥലം അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല, സമയമൊക്കെ സ്ഥലമൊക്കെ കറങ്ങി നോക്കിയിട്ട് എനിക്ക് പിടികിട്ടിയില്ല. പിറ്റേ ആഴ്ച ഞാൻ ചെന്ന് പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മീറ്റിംഗ് തീരായപ്പോഴും ചെന്നത് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ വലിയൊരു സമാധാനം എന്റെ ലൈഫിൽ അന്നും ഞാൻ അനുഭവിക്കാൻ. ഞങ്ങളുടെ ഇവിടെ ടൗണിൽ മീറ്റിംഗ് ഉണ്ട് ഞായറാഴ്ച, ബ്രദർ വാന്നൊക്കെ പറഞ്ഞു. ശരീരം എനിക്ക് ഞായറാഴ്ച ഞാൻ ചെന്നിട്ട് അകത്തോട്ട് കയറണോ പുറത്തോട്ട് കയറണോ ഒന്നും എനിക്ക് അറിയത്തില്ല. ആൾക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥന രീതിക്ക് നമ്മൾ എങ്ങനെ അകത്തോട്ട് കയറി ചെല്ലും. അപ്പൊ എന്റെ ഉള്ളിൽ ഇങ്ങനെ എന്തൊരു ഇതായിരിക്കും, ഞാൻ എന്തിനാണ് ആവശ്യമില്ല കയറി ചെല്ലും, ഇതുമായിട്ട് എന്തിനാണ് നമ്മൾ യോജിച്ചു പോകുന്നത്. ഞാൻ ഈ പ്രാർത്ഥന ചെയ്യുന്ന ഈ താഴത്തെ നിലയിൽ നിന്ന് മേളിലാണ് പ്രയർ നടക്കുന്നത്. അങ്ങനെ എല്ലാ ആൾക്കാരും പ്രയർ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോ ആ സമയത്ത് ഞാൻ കയറി ചെന്നു. അവിടെ പീറ്റർ പാസ്റ്റർ എന്റെ ബ്രദറെ, അയ്യോ ബ്രദറെ ഇപ്പൊ തീർന്നുള്ളൂ, ബ്രദർ ഇച്ചിരി നേരത്തെ, ഞാൻ ആദ്യം തൊട്ട് അവിടെ താഴെ നിൽപ്പുണ്ട്, എനിക്ക് കയറാൻ മടി കാരണം ഞാൻ കയറിയില്ലെന്ന്. അപ്പൊ ഞാൻ പറയാം എന്റെ ബസ് കിട്ടി താമസിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അന്നും പ്രാർത്ഥിച്ചു. പുള്ളി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ താഴോട്ട് ഇങ്ങനെ കുഴഞ്ഞു വീണു. അപ്പൊ വേറെ 1-2 സഹോദരന്മാർ വന്ന് താങ്കെ. പക്ഷെ എന്റെ ഉള്ളിൽ അന്നോട്ട് വലിയൊരു ആശ്വാസം, സമാധാനം സ്ഥിരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ വൈഫിനോട് പറഞ്ഞു വലിയൊരു സമാധാനം, നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോവുകയൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന്. ഞാൻ എന്തായാലും അടുത്ത ആഴ്ചയോട് പോകുന്നുണ്ട് മീറ്റിങ്ങിന്, നീ വരണ്ട, നീ നമ്മുടെ ആചാരപ്രകാരം നമ്മൾ എങ്ങനെ ആചരിച്ചു അത് നീ ചെയ്താൽ മതി, ഞാൻ പ്രാർത്ഥനയ്ക്ക് പൊക്കോളാം. അപ്പൊ ഞാൻ ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ്, നൈറ്റ് ഷിഫ്റ്റാണ് ഞങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ. ഇപ്പൊ രാവിലെ 7 മണിക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി പെട്ടെന്ന് എനിക്ക് ആരാധിക്കാനുള്ള ഉത്സാഹമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ 3-4 ആഴ്ചകളൊക്കെ ഇങ്ങനെ പൊക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു സമാധാനം എന്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. ഇപ്പൊ എങ്ങനെയെങ്കിലും ഞായറാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു കൂട്ടായ്മയ്ക്ക് വേണ്ടി. അപ്പൊ അവിടെ 10-70 പേരോളം കൂട്ടായ്മയ്ക്ക് ഉണ്ട്. ആ മടിയൊക്കെ മാറിക്കിട്ടി. എന്നാൽ തന്നെ പാത്തും പതുങ്ങിയും അവിടെ പോകുന്നത് ഞാൻ. ഹല്ലേലൂയ. അങ്ങനെ 1-2 മാസം വൈഫ് പറഞ്ഞു നിങ്ങൾ എല്ലാ ഞായറാഴ്ച നിങ്ങൾക്ക് ഇത്ര സമയമാണ് ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞു. ഞാനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് നമ്മൾ പെട്ടെന്ന് റെഡി ആയിക്കും നമുക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ തൊട്ടപ്പുറത്ത് കുടുംബ വീടാണ്. അപ്പൊ കുഞ്ഞുങ്ങളാണ് അവർ, ഇളയ മോന് അധികം 4 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഹല്ലേലൂയ. അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെഡിയായി, പുള്ളിക്കാർ റെഡി ആയപ്പോഴത്തേനും ഓവറായപ്പോഴത്തേനും
പിന്നെ അവനോടി ഞാനും കൂടെ വരുന്നു, ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കത്തില്ല. ഓനെ എനിക്ക് അവിടെ ദേഷ്യവും തോന്നി. ഞാൻ പറയാം എന്റെ സമയം കൂടെ നീ കളഞ്ഞു, ഞാൻ പോകാൻ വേണ്ടി ഞാൻ അങ്ങ് പോയി. പുള്ളിക്കാരത്തി ഭയങ്കര സങ്കടമായി പോയി. പുള്ളിക്കാരി പറഞ്ഞു ഞാൻ മുറിയിലേക്ക് വാതിലടച്ച് കരഞ്ഞു. കാരണം ഞങ്ങൾക്ക് വലിയൊരു സമാധാനം പുള്ളിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു പറഞ്ഞു. ദൈവസമയം ഇന്നാണ് നമുക്ക് പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിച്ചു. അങ്ങനെ പിറ്റേ ആഴ്ച തന്നെ പുള്ളിക്കാരി ഞങ്ങളുടെ കൂടെ വരാൻ തുടങ്ങി. പുള്ളിക്കാർക്ക് ഒരു ആശ്വാസമായി. ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ പ്രയറും കഴിഞ്ഞ് തിരിച്ചു വന്നു. പുള്ളിക്കാരത്തി ഇങ്ങനെ തകിടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വരുന്ന വഴിക്ക് ഞങ്ങൾ സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ധൈര്യം ഉള്ളിൽ, നമുക്ക് ഇനി വേണ്ട, നമുക്ക് ഈ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ഇത് വീട്ടിലാരോടും ഞങ്ങൾ പറഞ്ഞൊന്നുമില്ല. അങ്ങനെ പുള്ളിക്കാരി തവിടൊക്കെ എടുത്തു. ഞങ്ങൾ അങ്ങ് തൊട്ട് ഒരു ജീവിതത്തിൽ ഞങ്ങൾ പിന്നെ പുറമോട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ ഒരു 3-4 മാസം പ്രയറിന് പോയതേ ഉള്ളൂ. അങ്ങനെ ഒരു കൊല്ലത്തോളം പ്രയറിന് ഞങ്ങൾ പോയി. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പ്രയറിന് ദേവദാസനൊക്കെ വീട്ടിൽ വരും. അങ്ങനെ വീട്ടുകാരൊക്കെ അറിഞ്ഞിങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്ന അവർ വിചാരിച്ചുള്ളൂ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ പരിശുദ്ധാത്മാ നമുക്ക് സ്നാനപ്പെടണമെന്ന് ഒരു ആഗ്രഹം തോന്നി. ഹല്ലേലൂയ. അപ്പൊ ഒത്തിരി നല്ലത് ദേവദാസന്മാർ ആലപ്പുഴ ചർച്ചയുടെ അവർ ഇപ്പൊ നമ്മൾ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദേവദാസന്മാരൊക്കെ അന്ന് അവരുടെ പ്രായ കാലഘട്ടത്തിലൊക്കെ എല്ലാ ഞായറാഴ്ച മീറ്റിങ്ങിന് ശുശ്രൂഷയ്ക്കാവും. അങ്ങനെ ഒത്തിരി പേരായിട്ട് പരിചയപ്പെടാനൊക്കെ ദൈവം കൃപ തന്നു. അദ്ദേഹം ഒരു ദേവദാസനായ സ്നേഹമുള്ള പീറ്റർ പാസ് എന്ന് പറയും. പുള്ളി ഞങ്ങൾ അങ്ങനെ വീട്ടിലൊക്കെ വരും. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. ഒരു സന്ധ്യക്ക് പുള്ളി ഒരു ഡേറ്റ് ദൈവം തന്നു. അങ്ങനെ പുള്ളിക്കാർക്ക് ഡേറ്റ് കൊടുത്തു. നമുക്ക് അന്ന് സ്നാനപ്പെടാമെന്ന് പുള്ളിക്ക് പാസ്റ്ററോടും പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു എനിക്കൊന്ന് മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ എന്റെ വീട്ടിൽ വന്നാൽ മതി, ഞങ്ങൾ റെഡിയായി വന്നാൽ മതി, നമുക്ക് പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും എന്റെ അപ്പച്ചിയുടെ മോനും ഇടയ്ക്ക് വന്ന് പാസ്റ്ററായിട്ടൊക്കെ പരിചയം പുള്ളിയും കൂടെ സ്നാനത്തിനന്ന് പുള്ളിയും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അപ്പച്ചിയുടെ മോനും അച്ഛന്റെ പെങ്ങളുടെ മോനും വൈഫും കൂടെ ഞങ്ങൾ അവിടെ പാസ്റ്റിന്റെ അടുത്ത് പോയി. പാസ് അങ്ങ് തെക്കങ്ങാണ്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുവാണ്. ഹല്ലേലൂയ. അപ്പൊ മഴ പെയ്ത് സന്ധ്യയായി. ഞങ്ങൾ വിഷമിച്ചു. അന്ന് ഈ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ പാസ്റ്ററെ വിളിച്ചു പറയും. അങ്ങനെ പാസ്റ്റർ മീറ്റിംഗ് എടുത്തുന്നപ്പോഴാണ് ഞങ്ങളുടെ കാര്യം ഓർത്ത്, അയ്യോ ഇന്നല്ലേ അവിടെ സ്നാനം. പുള്ളി വൈഫിനെ വിളിച്ച് കാറെടുത്ത് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് വന്നു, നമുക്ക് പോയേക്കാതെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ആലപ്പുഴ പുന്നമട എന്ന കായലിൽ ഞങ്ങൾ സ്നാനപ്പെടാൻ വേണ്ടി ചെന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച ആ സമയത്ത് കറണ്ട് പോയി. അപ്പൊ അവിടെ ഈ ഹൗസ് ബോട്ടിനൊക്കെ വർക്ക് നടക്കുന്നു, ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ സ്നാനപ്പെടാൻ വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴത്തേന് ഈ നാട്ടുകാർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ചീത്ത വിളിക്കുകയും രാത്രി മുക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന അതായത് നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട്. ഭാഷ പ്രാർത്ഥിച്ച ഒറ്റ ഒന്നും അടുത്തു പോകരുത്, പിടിയടാ കെട്ടടാ അഴിക്കട എന്നൊക്കെ ഇങ്ങനെ ബഹളം ആൾക്കാരുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ദൈവം സ്നാനം അവിടെ പാസ്റ്റർ പറഞ്ഞു ഒറ്റ ഒന്നും അടുത്തു പോകരുത്. കരണ്ടും പോയി. പാസ്റ്റർ ശക്തമായ ദൈവമേ കരണ്ടും വന്ന് വെട്ടം വന്ന് ഞങ്ങളെ ഒന്നിച്ച് ഞങ്ങളെ സ്നാനപ്പെട്ടു. കൃപയാൽ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ സ്നാനപ്പെട്ട് എഴുന്നേറ്റ് നമുക്ക് രണ്ടുപേർക്ക് അന്യഭാഷ കിട്ടാതെ അന്യഭാഷയോടെ ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അപ്പൊ ആൾക്കാരൊന്നും ദൂരെ നിന്ന് ചീത്ത പറയുന്ന അടുക്കുന്നില്ല ആരും. നമ്മൾ പെട്ടെന്ന് അവിടെ മുങ്ങിയ വെള്ളത്തോടെ ഡ്രസ്സ് കൂടിയ കാറിൽ കയറി ഞങ്ങൾ കാറിനകത്ത് കയറി പാസ്റ്ററിന്റെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി പാസ്റ്റർ ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കുമായിരുന്നു. അങ്ങനെ വളരെ സന്തോഷം, ജീവിതത്തിൽ അനുഭവിക്കാത്ത സന്തോഷം നമുക്കിങ്ങനെ അനുഭവിക്കാം. എന്നാൽ ഈ ബൈബിളിനെ കുറിച്ചോ യേശുവിനെ കുറിച്ചോ അങ്ങനെ ഗ്രാഹ്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു വലിയ പറഞ്ഞു തരാമായ ദൈവിക സമാധാനം അങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അറിയാതെ ജീവിതം നമ്മൾ വേറെ ലോകത്ത് ജീവിക്കുന്ന അനുഭവം. ആദ്യകാലത്ത് ഇങ്ങനെ പൊക്കി വന്നപ്പോഴാണ് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ അച്ഛനും രണ്ടുപേരും അച്ഛൻ സർക്കാർ ജോലി, കോഴ്സിലും ജോലി, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും പ്രശ്നങ്ങളെ അഭിമുഖിച്ചിട്ടോ പ്രശ്നങ്ങളെ കൈകാര്യം അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ഇപ്പൊ എല്ലാം അവരുടെ കൺട്രോളിൽ ജോലി കിട്ടി കല്യാണം കഴിച്ചിങ്ങനെ പോകുന്നെങ്കിൽ പ്രശ്നങ്ങൾ പതുക്കെ ഞാൻ ജോലി ചെയ്ത സ്ഥാപനം, അപ്പൊ ഞങ്ങൾ വീട് വെച്ച് ലോണൊക്കെ എടുത്ത വീട് വെച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പ്രശ്നങ്ങൾ പതുക്കെ തലപൊക്കാൻ തുടങ്ങി. സ്നാനപ്പെട്ട് കുറെ 2-3-5 മാസം കഴിയുമ്പോൾ ഒരു വർഷം വലിയ കുഴപ്പമില്ല. പിന്നെ പ്രശ്നങ്ങൾ അതിരൂക്ഷം. ഞാൻ ജോലി ചെയ്ത കമ്പനി അടച്ചുപൂട്ടി, എന്റെ ഹൗസിംഗ് ലോൺ പെൻഡിങ്ങിലായി. അറിയാതെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. വൈഫിന്റെ വീട്ടുകാർക്ക് ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന്റെ ഗൗരവമായിട്ട് അറിയത്തില്ല. പിന്നെ എന്റെ ഓരോ കോമഡിയിലാണ് എന്റെ കുടുംബം, എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയെന്ന്. ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് അച്ഛനോട് ഞാൻ മാത്രം പറയാം, അച്ഛൻ ഞങ്ങൾ ഇതോട്ട് സ്നാനപ്പെടുവാണ് എന്ന്. അച്ഛൻ പറഞ്ഞു നീ വേറെ ആരോടും പറയണ്ട, നിന്റെ ജീവിതത്തിൽ അങ്ങനെ വലിയ സമാധാന സന്തോഷം നീ അത് ചെയ്തു, വേറെ ആരോടും ഇവിടെ പറയണ്ട, ഇപ്പം തൽക്കാലം പറയണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് പക്ഷെ എല്ലാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാം ആരൊക്കെയുണ്ട് അതെല്ലാം പതുക്കെ ഞങ്ങൾ ഇന്ന് അകന്നു. അങ്ങനെ വഴക്കിട്ട് ആരും ഞങ്ങളുമായിട്ട് സഹകരണം ഇങ്ങനെ ഗ്യാപ്പ് ഇടാൻ തുടങ്ങി. വൈഫിന്റെ വീട്ടുകാർ ഗ്യാപ്പ് ഇടാൻ. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, 10-25 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ആദ്യം ഞാനാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ എല്ലാ ഫ്രണ്ട്സുകളും ഇങ്ങനെ അകന്നു പോകാൻ തുടങ്ങി. ബന്ധുക്കാർ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടലിലേക്ക് അറിയാതെ പോകുന്നു. കമ്പനി അടച്ചു, ഞങ്ങളുടെ എന്റെ വരുമാന മാർഗം നിന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, എനിക്ക് 10-35 പുതിയൊരു ജോലി കണ്ടെത്താൻ ഒരു നടുക്കടലിലേക്ക് ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇതെല്ലാം ഭയങ്കരമായിട്ട് ഒരു ഭീതി അന്തരീക്ഷം. നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്കൊരു യേശു നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമുക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പഴയതിനും ഇല്ല, പുതിയതും ഇല്ല, ബന്ധുക്കാരും ഇല്ല, സുഹൃത്തുക്കളില്ല, ആരും ഇല്ലാത്ത ഒറ്റപ്പെടൽ.
എന്നുവെച്ചാൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ജോലി നഷ്ടപ്പെട്ട് ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണം, ഒരു കൈത്താങ്ങന് ആരുമില്ല, ഒരാളുടെ അഭിപ്രായം ചോദിക്കാനും ഇല്ല. ഹാല് പക്ഷെ നമ്മൾ അന്ന് തൊട്ട് പ്രാർത്ഥനയ്ക്ക് മുടങ്ങാതെ ഒരു ഞായറാഴ്ച പോലും നമ്മൾ മുടക്കം വരരുത്. പ്രാർത്ഥനയാണ്, ഉപവാസ പ്രാർത്ഥന, പ്രാർത്ഥനയ്ക്ക് എങ്ങനെയെങ്കിലും അങ്ങനെ ആ ഒരു വിഷയത്തോടെ അങ്ങ് ജീവിതത്തിൽ കാറ്റും ഗോളും അങ്ങനെ അങ്ങ് കാറ്റും ഗോളിന്റെ അങ്ങ് എങ്ങനെ നമ്മളിപ്പോ 100ൽ നിന്ന് നമ്മളങ്ങ് 0-ൽ പോയി. പ്രശ്നങ്ങളും കടബാധ്യതകളും ഓരോന്ന് കൂടാൻ തുടങ്ങി. ലോൺ അവിടുന്ന് എടുത്ത് അടച്ച് ഇവിടുന്ന് എടുത്ത് അടച്ചു. അങ്ങനെ ബാങ്കിലെ പ്രശ്നങ്ങൾ, ഇപ്പൊ സഹോദരങ്ങളുടെയൊക്കെ ഗോൾഡ് എടുത്ത് പിന്നെ ലോൺ അടയ്ക്കാൻ വേണ്ടി അവരുടെ നിന്ന് അടച്ച് അവരുടെ വിഷയം ഇങ്ങനെ അങ്ങനെ ഒരു ചുറ്റുപാടും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കാറ്റും ഗോളും ആ പാടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഇതൊക്കെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ടുള്ള രീതിയിൽ. എന്നാൽ ഈ ബൈബിളിനെ കുറിച്ച് വലിയ ജ്ഞാനവും വചനത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ അതിനെക്കുറിച്ച്. പക്ഷെ ദൈവം അഭിഷേകം തന്നിട്ടുണ്ട്. അന്യഭാഷ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതേ അറിയത്തുള്ളൂ, അന്യഭാഷയിൽ അങ്ങ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രശ്നങ്ങൾ ഒരു ശക്തം അത് എങ്ങനെ പറഞ്ഞെനിക്കത്തില്ല. കാറ്റും കൊള്ളും നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകണ്ട, നമ്മൾ ആ എന്തെങ്കിലും അങ്ങ് ചെയ്ത് അങ്ങ് അവസാനം ആ ഒരു ചിന്തയിലേക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോയി ചെല്ലാം. അപ്പൊ ഇത് ചുമ്മാ വൈഫിലും എല്ലാവരും അകന്നകന്ന് പോയി, എല്ലാവരും പോയി, ആരും സഹകരിക്കുന്നില്ല. എല്ലാം നമ്മുടെ കുഴപ്പമാണ്, നമ്മുടെ വീഴ്ചയാണോ, അതോ നിങ്ങൾ പാരമ്പര്യം വിട്ടു പോയതാണോ, അതോ 100 കുറ്റപ്പെടുത്തലുകൾ, സുഹൃത്ത് എല്ലാം ഒരു വല്ലാത്ത അത് എങ്ങനെ വർഷങ്ങൾ ആ സംഭവം ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതിന്റെ ഇടയിലെല്ലാം ദൈവം അത്ഭുതമായി മുന്നോട്ട് നടത്തി. ഞാൻ എറണാകുളത്ത് ഒരു കമ്പനി ജോലിക്ക് കയറി. ആ ജോലി സ്ഥിരമായി വന്നപ്പോൾ വീണ്ടും ഞാൻ ജോലി എക്സലാസ് കമ്പനി തുറന്നെന്ന് പറഞ്ഞു. 15 മാസം അവിടെ നിന്ന് വീണ്ടും അതും അടച്ച് 2000 അടച്ച് പൂർണ്ണ വീണ്ടും ബാങ്കുകാർ ഇഷ്യൂസായി. അവര് വീട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. മുന്നോട്ട് പോകണം എല്ലാം അങ്ങനെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും. പക്ഷെ ദൈവത്തിന്റെ നടുവിൽ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളും പഠിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളെല്ലാം ദൈവം തട്ടി 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 എങ്ങനെ പോകുന്നു എനിക്കറിയത്തില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ വൈഫിന്റെ ഒരു LIC ഏജൻസിക്ക് അതിനകത്ത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒത്തിരി പൈസ കയ്യിൽ നിന്നൊക്കെ അതിനകത്ത് നഷ്ടം. എന്ത് ചെയ്തിട്ടും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിഷയങ്ങൾ. പക്ഷെ നമ്മൾ അന്നും ഇന്നും കർത്താവിന്റെ കൂട്ടായ്മയ്ക്ക് തടസ്സമൊന്നുമില്ല. ദേവദാസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം അകന്നു പോയി. അല്ല, അപ്പൊ ദൈവത്തിന്റെ ഒരു വചനം പറയുന്നുണ്ട്, ഞാൻ മുഖാന്തരം വീടുകളോ സ്ഥലങ്ങളോ അമ്മയോ അപ്പനോ സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെടും 100 മടങ്ങ്. അതറിയാത്ത ഓരോ വ്യക്തികൾ ആന്റിമാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതെങ്ങനെ മുന്നോട്ട് പോകും? നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 20 വർഷം എങ്ങനെ മുന്നോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. പിള്ളേരെ എങ്ങനെ മുന്നോട്ട് പോയെന്ന് അറിയത്തില്ല. അങ്ങനെ പിള്ളേര് പിന്നെ മോന് 8ാം ക്ലാസ് മോൻ മൂത്താള് സ്നാനപ്പെട്ടു. അവനും കർത്താവിന്റെ വർഷിപ്പിലൊക്കെ അവനും നന്നായിട്ട് ബലപ്പെട്ടു. അവൻ പറയും, അച്ഛാ ദൈവം മാറ്റിത്തരും, എന്നും ബാങ്ക് അവധിയാകത്തില്ലല്ലോ, ഒരു ദിവസം ബാങ്ക് നമുക്ക് വേണ്ടി തുറക്കും, അല്ലെങ്കിൽ വഴി എന്നും ബ്ലോക്കായി കിടക്കത്തില്ല, ഒരു ദിവസം നമുക്ക് വേണ്ടി ബ്ലോക്ക് മാറ്റും. ഇവന് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുക. അപ്പൊ അവനും അന്യഭാഷയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാലും ബാങ്കിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് നോട്ടീസ് ഒട്ടിക്കുന്നു. അങ്ങനെ നാനാമകത്തുള്ള സാമ്പത്തികമായ വിഷയങ്ങളും പരിഹാരങ്ങളും. ഇതെങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് ജീവിതത്തിൽ നമ്മൾ ഇതൊന്നും ബാലൻസ് ചെയ്ത് അറിയത്തില്ല. അങ്ങനെ ചെയ്യുന്ന എല്ലാം പ്രശ്നത്തെ ചെന്ന് കുടുംബത്തുള്ളൂ. ബാധ്യതകൾ നിസ്സാര പ്രശ്നം ഇതുകൊണ്ട് നമ്മുടെ ചുറ്റിനും ബാധ്യതയായി, ഒരുപോലും കടബാധ്യയില്ലാത്ത ചുറ്റിനും ബാധ്യതകളായി. പക്ഷെ ഇതിനിടയ്ക്കാണ് പ്രാർത്ഥന, ആ ഒരു കർത്താവിന്റെ കൃപയാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഒരു ആരാധന മുടക്കിയതില്ല. എന്നാൽ തന്നെ ഇത് കർത്താവ് ശരിയാണോ, ഞങ്ങളുടെ അടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ, യേശു ഉള്ളതാണോ ഒക്കെ എന്റെ ഉള്ളിൽ ചോദ്യമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയും, വൈഫും മിണ്ടത്തില്ല, മോനും മിണ്ടത്തില്ല. ഞാനിങ്ങനെ ഒരു നെഗറ്റീവ് പറയും, ശരിയല്ലേ നമ്മളുടെ തീരുമാനം തെറ്റായി പോയി, അല്ലെങ്കിൽ നമ്മൾ ഈ അനുഭവിക്കുന്ന കർത്താവ് കാണുന്നില്ലേ, നമ്മൾ യേശുവിന്റെ അടുത്ത് വന്നിട്ട് പോലും ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ, നമുക്ക് ആരുണ്ട്, നമുക്കൊരു സഹായത്തിന് ആരുണ്ട്, യേശു ഇങ്ങനെ 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 പറഞ്ഞു വരുമ്പോൾ പുള്ളിക്കാരത്തി ഒന്നും മിണ്ടത്തില്ല. യേശുവിനെ ഒരു നിമിഷം വരെ പുള്ളിക്കാരത്തി അത് എല്ലാം ശരിയാവും ശരിയാവും ഇത് പറയുന്നത് കുറെ ശരിയാ, ഞാനല്ല ഇതെല്ലാം ഡീൽ ചെയ്യട്ടെ, നിനക്കെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിള്ളേരുടെ കാര്യമാണെങ്കിൽ നമ്മുടെ ആഹാര കാര്യത്തിൽ എല്ലാം പ്രശ്നങ്ങൾ 4 ഭാഗത്തുനിന്ന് കൂടി 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 വരുന്നു. ഹാലലൂയ. ഇതെല്ലാം പുള്ളിക്കാരെ ഇങ്ങനെ ബലപ്പെടുത്തും, മോനും ബലപ്പെടുത്തും. മോനും കർത്താവിന്റെ കൂട്ടായ്മയ്ക്ക് അവനും ഹാലലൂയ, ആ കൂട്ടായ്മയ്ക്ക് അവനും ഞായറാഴ്ചയുടെ യൂത്തിൽ കൂടെ വർഷിപ്പിനും അവനും കയറി. ഹാലലൂയ, ജീസസ് ഹാലലൂയ. ഞാൻ പലപ്പോഴും പറയും നമുക്കിത് വിട്ടുപോകാം. ഹാലലൂയ. അങ്ങനെ ഞങ്ങള് ഹാലലൂയ 2008-9 ആയപ്പോൾ ഞങ്ങൾ നമുക്കിത് വേണ്ട, നമുക്കിന് എങ്ങും പോകണ്ട, പ്രശ്നം നമുക്ക് ആരെങ്കിലും വല്ല ജ്യോത്സ്യന്മാരൊക്കെ നമുക്ക് അതിലേക്ക് തിരിച്ചോ, ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അത് നമ്മുടെ ജീവൻ കാണത്തില്ലെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ തിരുവല്ലയിൽ ഒരു കല്യാണത്തിന് എനിക്ക് പോകണമായിരുന്നു. അങ്ങനെ ഞാൻ കൂട്ടായ്മയ്ക്ക് പോകാതെ വീണ്ടും ഞങ്ങള് കൂട്ടായ്മയ്ക്ക് പോകണമെന്നുള്ള തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ 3-4 ആഴ്ച കൂട്ടായ്മയ്ക്കൊന്നും പോകാതിരുന്നപ്പം എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോന്റെ അവിടെ കല്യാണം തിരുവല്ലയിൽ വെച്ചാണ്. അപ്പൊ അമ്മ പറഞ്ഞു, അമ്മയുടെ ചേച്ചി ഞാനും വരുന്നുണ്ട്, നമുക്ക് രണ്ടും കൂടെ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഞായറാഴ്ച രാവിലെ ആയപ്പോ അമ്മയായിട്ട് എന്തോ പറഞ്ഞു. അമ്മ പറയാൻ, നിന്റെ കൂടെ ഞാൻ വരുന്നില്ല, നീ ഒറ്റയ്ക്ക് പൊക്കോ. നമ്മുടെ അമ്മ ദേഷ്യപ്പെട്ട് വരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയി തിരുവല്ല ബസ്സിനകത്തൊക്കെ ആകുമ്പോൾ അങ്ങനെ ഹൃദയവേദനയും കൂട്ടായ്മയ്ക്ക് പോയാത്ത വിഷമം എല്ലാം ഉണ്ട്. അങ്ങനെ തിരുവല്ല സ്റ്റാൻഡിൽ ചെന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആ ബസ്സിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, അവിടെ ഒരു ഫ്രൂട്ട്സ് കട ചോദിച്ചു, ഇവിടെ എങ്ങാണ് കൂട്ടായ്മ വിശ്വാസിയുടെ ബന്ധുക്കൾ
അവിടെ ഇന്നടത്തൊരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ എല്ലാം പറയുന്നുണ്ട്. ഞാൻ പറയും ഇതൊക്കെ കുറെ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. എന്റെ ജീവിതം ദേ കട്ടപ്പുകയായി. ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചതാണ്. ദേ എല്ലാം എന്റെ എല്ലാ അവസ്ഥയ്ക്കൊക്കെ പിന്നെ എല്ലാം പോയി കിടക്കുക. എന്നൊക്കെ ഇതൊക്കെ ഇവരെ പറയുന്നുണ്ടെങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇതാ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. വചനമൊക്കെ വിളിച്ചു പറയും, നമ്മളെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അവിടുന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ അതുകൂട്ടുള്ള വിഷയത്തിൽ നടുക്കടലിൽ നിൽക്കുക. അന്നേരം ഞാൻ സ്വോത്ര കാഴ്ച അപ്പൊ എനിക്ക് ആ ഭാഗത്തിന് വേണ്ട സമയമായപ്പോ ഞാൻ എണ്ണിച്ചപ്പോ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നൊരു ബസ് ടിക്കറ്റിന്റെ അതിൽ എന്റെ ഫോൺ നമ്പർ എഴുതിയിട്ട് ഞാനൊരു 10 രൂപയും കൂടെ അടുത്തിരുന്ന ഒരു ബദന്റെ കൊടുത്ത് സ്വോത്ര കാഴ്ച എടുക്കുമ്പോ എന്റെ ഈ പൈസ ഒന്ന് ഇട്ടേക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ഞാൻ വിശ്വാസത്തിലാണ്, ഞാനിപ്പോ പിന്മാറി പോകണമെന്നുള്ള ആഗ്രഹിക്കുന്നത്, എനിക്ക് വേണ്ടി പറ്റുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ആ പുള്ളിക്ക് ടിക്കറ്റിന്റെ പറയുന്ന നമ്പർ എഴുതി കൊടുത്തു. അങ്ങനെ പിന്നെ അങ്ങനെ ഇവിടെ പുള്ളിക്കാരി രാത്രി 2 ദിവസം കോഴഞ്ചേരിയിൽ നിന്ന് ഒരു സിസ്റ്റർ എന്നെ വിളിക്കുന്നു. ബ്രദറെ എന്റെ ഞങ്ങൾക്ക് അടുത്തൊരു സുഹൃത്താണ് കഴിഞ്ഞ ദിവസം ബ്രദർ ടിക്കറ്റ് നമ്പർ കൊടുത്തു. ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് ഒത്തിരി പദ്ധതിയുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് ഫയർ ചെയ്യുവാണ്. നിങ്ങളെ പോലുള്ളവരാണ് ഞങ്ങളുടെയൊക്കെ ജീവൻ നശിപ്പിക്കുക. ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ പോയതാണ്. ഇതിനകത്ത് ഇറങ്ങി തിരിച്ച് അന്ന് കൂട്ടേക്ക് ആപ്പാടെ അല്ല ബ്രദർ, ദൈവത്തിന് പദ്ധതി. എനിക്ക് ആലപ്പുഴ ബിജു എന്നൊരു ദേവദാസിനെ പരിചയം. ബ്രദർ ഒന്ന് പോയി കാണ് എന്ന് പറയും. ബ്രദർ കാണ്. അപ്പൊ ആ ബിജു എന്ന് പറയുന്ന ദേവദാസിനെ ഞാൻ പോയി കണ്ടു. കണ്ടപ്പോ ഞാൻ ഇത് തന്നെ പുള്ളിയോട് അങ്ങ് ചൂടാകുവാണ്. പുള്ളി കുറെ നേരം ചിരിച്ചു. ബ്രദറെ നമ്മൾ തമ്മിൽ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ബ്രദറിന്റെ പ്രയാസം ഞാൻ അറിയുന്നുണ്ട്. ബ്രദറിനെ കൂട്ടായ്മയ്ക്ക് പോവാം. ബ്രദറിന് സന്തോഷം ഉണ്ടെങ്കിൽ നിൽക്കുക, അല്ലെ ബ്രദർ പൊക്കോ. അങ്ങനെ ആ ഞായറാഴ്ച ഞങ്ങൾ 4 പേരും കൂടെ ഞങ്ങൾ പോയി കൂട്ടായ്മയ്ക്ക് പോയി. ഇളയ മൂത്താള് സ്ഥാനപ്പെട്ടിട്ടില്ല, അണുക്കളുണ്ട് സ്ഥാനപ്പെട്ടില്ല. അങ്ങനെ ആ കൂട്ടായ്മയ്ക്ക്. പക്ഷെ അന്നും ഞങ്ങളെ വീണ്ടും ആ പഴയ സമാധാനത്തിലേക്ക് വരാൻ ഞങ്ങൾ അങ്ങനെ ഉറച്ചു വിശ്വാസത്തിലാണ് കർത്താവ് ഉറപ്പിച്ചു. വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോയി മൂത്താളും കർത്താവിന്റെ കൂടെ ഒത്തിരി അങ്ങനെ വിഷയത്തെ ഇങ്ങനെ അയഞ്ഞ് നമ്മുടെ ഫൈനാൻസ് വിഷയങ്ങളൊന്നും മാറിയിട്ടില്ല, കമ്പനി തുറന്നിട്ടില്ല. അങ്ങനെ അങ്ങനെ നിന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനിടയിൽ കർത്താവ് ശക്തമായി നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം അറിയുന്നു. ഞാൻ ഈ സാമ്പത്തികമായ വിഷയത്തിൽ നിൽക്കുമ്പോൾ ചിലർ വിളിച്ച് ഈ ഒരു വിഷയത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറയും. എനിക്ക് ദേഷ്യം, ഫോൺ എടുത്തിട്ട് ഞാൻ പല്ലി അടിച്ചോണ്ടിരിക്കും. പിന്നെ ഇവിടെ മുങ്ങി താങ്ങിയിരിക്കുമ്പോഴാണ് ഈ വിഷയം. എന്നാലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആ വിടുതല. അപ്പൊ ഒരു ബ്രദറെ അന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി വേറെ അത് വലിയ വിടുതലായി പോയി. അപ്പൊ എന്റെ കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുക, എന്റെ വിഷയം അതുപോലെ തന്നെ നടക്കും. എനിക്ക് മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിടുതലാണല്ലോ കർത്താവ്. അത് സാമ്പത്തികമായ വിഷയം. അങ്ങനെ മുന്നോട്ട് ഹല്ലേലൂയ, കർത്താവ്. ഞാൻ ഹൗസ് ബോട്ട് കമ്പനിയിൽ ഒരു ജോലി, കമ്പനി തുറന്നില്ലായിരുന്നു, ഇപ്പോഴും തുറന്നില്ല, ഇപ്പം കമ്പനിയൊക്കെ നിർത്തി. അങ്ങനെ 2012 ഹൗസ് ബോട്ട് ഒരു കമ്പനിയിൽ ജോലി. ഇതിനിടയ്ക്ക് ആ വീട് സ്ഥലവും. അപ്പൊ ഞാൻ വേറൊരു ദേവദാസനോട് സംബന്ധിച്ചുള്ളവരെ ഭാരപ്പെട്ടുകൊണ്ട് വേറെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യും, വീട് സ്ഥലം വിറ്റിട്ട് ബാധ്യതകളൊക്കെ അത് അതിന് സ്വസ്ഥമായിട്ട് കർത്താവിൽ ആരാധിക്കും, മുന്നോട്ട് പോകും. ദൈവം നിങ്ങൾക്കുള്ള വഴി തുറക്കും. അങ്ങനെ ദിവസം പറഞ്ഞ ഞാൻ വീട് സ്ഥലമൊക്കെ കൊടുത്തു, ബാധ്യതകളെല്ലാം വിറ്റ് ഞങ്ങൾ വാടകയ്ക്ക് 2012 വാടകയ്ക്കായി. അന്നോട്ട് കർത്താവിന്റെ കൂട്ടായ്മ അങ്ങ് ശക്തമായി മുന്നോട്ട് പോകാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഈ സമയത്ത് നമ്മൾ ആത്മീയമായിട്ട് ഒത്തിരി വെല്ലുവിളികളും പ്രതിസന്ധിയുടെ നടുവിലൂടെ ആത്മീയമായിട്ട് ദൈവം പണിയാൻ തുടങ്ങി. ഹല്ലേലൂയ, കർത്താവ്. നമ്മൾ അനേകർക്ക് പ്രാർത്ഥിക്കുകയും ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ പഠിച്ചു. ഒരാള് ഹല്ലേലൂയ +2 കഴിഞ്ഞ് മൂത്താള് എംകോമിന് പഠിക്കുമ്പോഴത്തേന് ബികോമിന് പഠിച്ച് എംകോമിന് അവന് ഓരോ വർഷമായപ്പോൾ തന്നെ എന്റെ ഗൾഫിലുള്ള ഒരു സുഹൃത്ത് വിളിച്ച് അവരുടെ കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ മൂത്താള് ജോലിക്ക് 2015 ജോലിക്ക് കയറി. അപ്പൊ ഉദ്ദേശ ശമ്പളം ഒന്നും കിട്ടിയില്ല. നമ്മുടെ കാര്യത്തിന് പതുക്കെ ഒരു അയവ് വന്നു. ഹല്ലേലൂയ. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇളയാള് ഹല്ലേലൂയ ഇളയാള് +2 കഴിഞ്ഞു. പക്ഷെ കർത്താവിന്റെ ഇടയ്ക്ക് ഞങ്ങളെ 4 പേര്, എല്ലാ ബന്ധുക്കാരും അകന്നു പോകുമ്പോൾ ഈ 4 പേര് ഒന്നിച്ച് നിർത്തി. ഞങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പില്ല. ഇപ്പൊ വീട്ടിൽ എന്താണ്, ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അറിയാത്ത ഇത് ഇപ്പൊ 100 രൂപ ഇളയ മോന്റെ കൊടുത്തു വിടുമ്പോ അവൻ 5 6 പഠിക്കുമ്പോൾ പറയും, അച്ഛാ ഈ 100 രൂപയ്ക്ക് അല്ലേ ഈ പറഞ്ഞ സാധനം ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഈ പിള്ളേർ സാധനത്തിന്റെ വില എന്താണെന്നറിയാം, ജീവിതം എന്താണ്. കുഞ്ഞുങ്ങൾ ശരിക്കും പഠിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മുടെ ആ പ്രായത്തിൽ നമ്മൾ അച്ഛന്മാർക്ക് പഠിച്ചു. പക്ഷെ ഞങ്ങളെക്കാട്ട് കൂടുതൽ എനിക്കൊന്ന് ലൈഫ് പഠിച്ചത് കുഞ്ഞുങ്ങളാണ് ഇതിന്റെ ഇടയ്ക്ക് വിഷയങ്ങളുടെ നടുവിലൂടെ. അങ്ങനെ ഒരു ടൂറിസം കമ്പനിയുടെ ഒരു മാനേജറായിട്ട് അങ്ങനെ ജോലിക്ക് ഞാൻ കയറി. അപ്പൊ ഇതിനിടയ്ക്ക് സുവിശേഷത്തിന് വെച്ചാൽ അവിടുത്തെ അന്തരീക്ഷം സുവിശേഷം പറയാൻ പറ്റും കിട്ടുന്ന ഒരു അവസ്ഥ, ഒരു വ്യക്തിയെ പോലും ഞങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു വ്യക്തി അവരോട് സുവിശേഷം പറയാൻ മടിയില്ലായിരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് പറയത്തില്ല. ചിലപ്പോൾ ഒരു വിശ്വാസത്തിലെ പ്രശ്നങ്ങൾ ആരും അടുത്തില്ല. ഞങ്ങളെ സന്തോഷത്തോട് കർത്താവിന്റെ കാര്യം പറയാൻ തുടങ്ങി. അനേക പേരെ സുവിശേഷം പറയുവാനും അങ്ങനെ കർത്താവ് നമ്മൾ ഓരോ ദിവസം ആത്മീയമായിട്ട് അങ്ങ് പണിയാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മോൻ +2 ഹല്ലേലൂയ, സ്തോത്രം. +2 ഇളയ മോൻ +2 ആയി. അപ്പൊ അവന് സത്യം പറഞ്ഞ ഒരു ഐടിക്ക് പോയി വിടാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. ഇപ്പൊ ചെറിയ വരുമാനത്തിന്റെ ഇൻകം കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നേ ഉള്ളൂ. ഒരു ഉപരിപഠനത്തെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിപ്പിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല.
ഹാലേലുയ. അങ്ങനെ മോനെ പിന്നെ ഞങ്ങളങ്ങനെ അപ്പൊ അവനിങ്ങനെ സത്യം ഹൈറ്റേക്ക് പോകാനുള്ളൂ. പക്ഷെ അവന് +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. SSLCക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വേണ്ട ഞാൻ ഡിപ്ലോമയ്ക്ക് നമുക്ക് വിടാം, എവിടെയെങ്കിലും പോളിടെക്നിക് വിടാം. എന്നാ അവനിങ്ങനെ വിഷമിച്ചിരിക്കുന്നു. കാരണം അവൻ ഇതെന്താ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കാൻ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് വൈഫ് പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നിനക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നീ അതിന് എൻട്രൻസിന് അപ്ലൈ ചെയ്യും, നമുക്ക് ദൈവം വഴിതോ, ദൈവം നിന്നെ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രൂപ പോലും കരുതി വെച്ചിട്ടില്ല. ഹാലേലുയ. അങ്ങനെ അഡ്മിഷൻ പിന്നെ എൻട്രൻസിന് ഇത് കിട്ടി. അങ്ങനെ ആലുവായി പൂക്കാട്ടുപടിയിൽ KME എഞ്ചിനീയറിംഗ് കോളേജ് അവന് ഇത് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ വീട്ടിൽ ചേർന്നു. ചേർന്നതിന് അന്ന് രാവിലെ വീട്ടിൽ ഓഗസ്റ്റ് 1 ജോയിൻ ചെയ്യണം. കയ്യിൽ 1 രൂപയില്ല. അതുകൊണ്ട് 6000 രൂപ കയ്യിൽ ഇരിപ്പുണ്ട്. വേണ്ട 30-35,000 രൂപ ആദ്യം സ്റ്റാർട്ടിങ് ദിവസം തന്നെ വേണം അവിടെ. ഞങ്ങൾ ഇന്ന് രാത്രി അന്ന് അവന്റെ ജൂലൈ 31 ബർത്ത്ഡേ ആണ്. അന്ന് 1 ബർത്ത്ഡേ ആണ്. ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ മൂത്താപ്പ ഗൾഫിലാണ്. അപ്പൊ അവൻ അങ്ങനെ വലിയ ഇൻകം ഒന്നും നാട്ടിലേക്ക് എന്നാ എല്ലാം കിട്ടുന്നത് അവനാണ് നാട്ടിലേക്ക് അയച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് എന്താ വഴി, എന്താ വഴി, എന്താ വഴി, നാളെ പോകേണ്ടതല്ലേ. ഇപ്പൊ മോൻ അച്ഛൻ നമ്മൾ വീട്ടിൽ ഇരിക്കാം, നമുക്ക് വണ്ടി എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ എന്റെ ഹൗസ് ബോട്ടിന്റെ ഓണറെ പുള്ളി ഒത്തിരി സാമ്പത്തിക വിഷയത്തിൽ നിൽക്കുന്ന കക്ഷിയായിരുന്നു. പുള്ളിയോട് കാര്യം പുള്ളി പറഞ്ഞ് എന്റെ ഒന്നും മാർഗ്ഗമില്ല, ചേട്ടൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞ് ഞങ്ങൾ പുള്ളി പോയിട്ട് 10:30 കുറെ പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് തന്നു. എന്നാൽ നമുക്ക് തികയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞ രാവിലെ ഞാനും വൈഫും മോനും കൂടെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയപ്പോൾ ഞങ്ങൾ വളരെ പുള്ളിക്ക് അവര് കരയുന്നുണ്ട് ബസ്സിനകത്തിരുന്ന്. എന്നുവെച്ചാൽ അവിടെ പറയുന്ന ഇത്ര എമൗണ്ട് ഇല്ല, പിന്നെ എന്താണ് നമ്മുടെ ഇങ്ങനെ ഒരു സാഹചര്യം, രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ എന്തായിരിക്കും സാഹചര്യങ്ങൾ, അവിടെ ചെന്ന് ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഇത്ര ഫീസ് അടയ്ക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ കർത്താവ് ഞാൻ എന്താ പറയേണ്ടത്. അപ്പൊ അതിന്റെ ഒരാഴ്ച മുമ്പ് 3-4 ദിവസം മുമ്പ് ഞങ്ങളുടെ വൈഫിന്റെ റിലേറ്റീവ് ഒരു മരണം അവിടെ നടന്നായിരുന്നു, നമ്മുടെ ഈ കോളേജിന്റെ കുറച്ച് ദൂരെ മാറി. അപ്പൊ പുള്ളി ഞാൻ പറഞ്ഞു അവിടെ ആളൊരു മരണ വീട്ടിൽ വന്നതാണ്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വീട്ടിലോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ അത് സാരമില്ല, നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ അടച്ചാൽ മതി പൈസ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉള്ള പൈസ അടച്ച് കാര്യങ്ങൾ ദൈവം അങ്ങനെ ഒരു മനസ്സ് അവർക്ക് തോന്നി, വലിയ കടുംപിടുത്തമില്ലായിരുന്നു. അങ്ങനെ ഒരാഴ്ച മാന് കോളേജിൽ പോയി വരുമായിരുന്നു. പിന്നെ പൈസ മോനെ ചേർന്നു. ആ 4 വർഷം അവനെ എങ്ങനെ പഠിപ്പിച്ചു എനിക്കറിയത്തില്ല. കർത്താവ് ഓരോ സന്ദർഭം ദൈവം കരുതി, അവൻ കരുതുന്നതാണ്. ഈ നമ്മൾ ഈ പ്രയാസത്തെ കടന്ന് ഞങ്ങൾ ആത്മീയമായിട്ട് കർത്താവ് അനേകരെ ബലപ്പെടുത്തും, അനേകരോട് സുവിശേഷം പറയാനൊക്കെ ദൈവം വഴികളെ തുറന്നു. ഹാലേലുയ. കുഞ്ഞുങ്ങൾ മൂത്ത മോൻ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഓടി രാപകല് എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും അവൻ രാവിലെ വന്ന് കോളേജിൽ വന്ന് ഓടിപ്പോയി റെഡി ആയിട്ടൊക്കെ പോകും. എന്നിട്ട് ഈ അവനെ ബസ് കൂലി കിട്ടുന്ന പൈസയൊക്കെ എടുത്ത് പിന്നെ സൂക്ഷിച്ച് ആരെങ്കിലും ലിഫ്റ്റ് അടിച്ചിട്ട് പോയിട്ട് അവൻ അത് സ്വോത്രം കഴിയും. അപ്പൊ അവിടുത്തെ പാസ്റ്റ് പറയും, എടാ നീ വലുതാകുമ്പോൾ കുറെ സമ്പാദിക്കും, നീ എല്ലാം കർത്താവിന് വേണ്ടി. അമ്മ കർത്താവ് ഒറ്റ വിളിയുള്ളൂ മൂത്ത അമ്മോൻ. അപ്പൊ ഞങ്ങളെക്കാട്ട് ശരിക്കും മൂത്ത മോനോട് കർത്താവിന്റെ കാര്യത്തിൽ തീക്ഷ്ണതയോടെ നിന്നു. ഇളയ മോന് സ്നാനപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥനയും കൂട്ടായ്മയായിട്ട് വർഷങ്ങൾ 2020 വർഷത്തോളം ആകുന്നു. 2005 ഞങ്ങൾ സ്നാനപ്പെടുന്നത്. ഹാലേലുയ, സ്തോത്രം. അങ്ങനെ ഇളയ മോൻ പഠിച്ചു. ഹാലേലുയ, ദൈവത്തിന്റെ കൃപ. അവനും പിന്നെ ഇടയ്ക്ക് ഒത്തിരി വൈഫിന്റെ ഷെയർ ഒക്കെ ഞങ്ങൾ അറിഞ്ഞില്ല, ആങ്ങളുടെ പേരിൽ എഴുതി കൊടുത്തു. അങ്ങനെ ആവശ്യമായിട്ട് വൈഫിന്റെ വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് ആങ്ങളുടെ പേരിൽ കരമടച്ച് രസീത് കണ്ടു. പുള്ളിക്കാരൻ ചോദിച്ചത് അവന്റെ പേര് വസ്തുവൊന്നും ഇല്ലല്ലോ. അന്നേരം അറിയുന്ന 3 കൊല്ലത്തിന് മുമ്പ് അച്ഛൻ മരിക്കുന്ന മുമ്പ് എഴുതി വെച്ച് അവന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒത്തിരി പുള്ളിക്കാരൻ ഫീൽ ചെയ്തു, ഒരു ആങ്ങളെയും പെങ്ങളേ ഉള്ളൂ, എന്നാലും ഒരു വാക്ക് വിളിച്ച് പറഞ്ഞില്ലല്ലോ നമുക്ക് എന്നൊക്കെ ഭയങ്കര. അപ്പൊ കർത്താവ് നമുക്ക് ഇതിനകത്തൊരു എല്ലാ കൂട്ടുകാരും ഉടനെ കേസിന് പോകും, പരിചയത്തിന് കേസിന് പോകും, നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ. അപ്പൊ കർത്താവ് പറയും, നമുക്ക് ഒരമ്മയെ കോടതി കയറ്റാനോ അല്ലെങ്കിൽ ഒരച്ഛനെ കോടതി കയറ്റാനോ ഒന്നും നമ്മൾ പ്രയാസത്തിലാണ്, ദൈവം നമുക്കുള്ളത് നമുക്ക് തരും. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ അതിനൊന്നും എന്തെല്ലാം അവരിൽ നിന്നുള്ള തെറ്റാനും ഭയങ്കരമാണ്. നമ്മളെ അപമാനിക്കാവുന്ന ബന്ധുക്കാരൊക്കെ ഞങ്ങളെ കുറിച്ച് മോശമായിട്ടൊക്കെ ഏത് ബന്ധു വീട്ടിൽ ചെന്നാലും പുള്ളിക്കാരത്തി കരഞ്ഞിട്ടേ വരത്തുള്ളൂ. അവരെല്ലാം പറഞ്ഞ് വൈഫിന്റെ അവരെല്ലാം തിരുത്തി കളഞ്ഞു. ഞങ്ങൾ തോന്നിയാസ ജീവിതമാണ്, ഇങ്ങനെയാണ്, മതം മാറി, ഇത് മാറി, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അപമാനിക്കുകയാണ്. ഇവിടെ ചെന്നാൽ ഞങ്ങളുടെ ഒന്നും പറയാൻ, ഞങ്ങൾക്ക് എതിർത്ത് പറയാൻ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ ജോലിയില്ല, വീടില്ല, ഇങ്ങനെ കൈവിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒന്നുമില്ല. എവിടൊക്കെ നിന്ന് അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ കടന്നു പോവോ അതെല്ലാം കടന്നുപോയി. ഹാലലുയ. അപ്പൊ അനേകര് പ്രാർത്ഥിക്കുമ്പോ വാടക കൊടുക്കാൻ എങ്ങനെ, അത് ദൈവം പഠിപ്പിക്കും. വാടകയില്ലാത്തവരോട് പ്രത്യേകം കൊടുക്കാൻ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ അവർ വിളിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ നമ്മൾ അതിലൂടെ ദൈവം കടന്നുപോയി. വീട് നഷ്ടപ്പെടുന്ന അവസ്ഥ എന്താണെന്നോ, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ എന്താണോ, കുഞ്ഞുങ്ങൾ നിന്നെ എന്താണോ, പരിഹാസം നമ്മൾ ഈ ഷെയർ കൊടുത്തില്ല, ഇതെല്ലാം ഈ 20 കൊല്ലത്തിനുള്ളിലൂടെ എല്ലാം ദൈവം നമ്മൾ കടന്നുപോയി. കർത്താവ് എന്താണ് അവിടെ വിശ്വാസത്തല്ല, പക്ഷെ അതിന് വിശ്വാസത്താൽ അതിനാണ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാലലുയ. കർത്താവ് നമ്മൾ അനുദിനം നമുക്കറിയാത്ത ദൈവിക സന്തോഷവും സമാധാനം ഈ വിഷയത്തിനായിട്ട്. പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ ശക്തമായി കൃഷ്ണക്ക് നടുവിലൂടെ സമാധാനം നമ്മൾ കൊടുക്കാൻ പറ്റും. അനേകരോട് സുവിശേഷം പറയാൻ പറഞ്ഞു. ഈ വിഷയത്തിനാണ് ഞങ്ങളുടെ അപ്പച്ചയുടെ മോള് വിശ്വാസത്തിലേക്ക് വരാൻ സ്നാനപ്പെടുന്ന ദൈവം കൃപ ചെയ്തു.
അങ്ങനെ ഞങ്ങളുടെ വേറെ ഒന്ന് രണ്ട് റിലേറ്റീവ് വിശ്വാസത്തിലേക്ക് വരാൻ ഞങ്ങൾ മുഖാന്തരം ഫോണിൽ കൂടെ ഹാലലു. അപ്പൊ ദൈവം എനിക്കൊരു വചനം തന്നു. ഏശയ്യാവ് 55:5. ഹാലലുയ, സ്തോത്രം. ആ വചനം ഒന്ന് വായിക്കാവേ. നീ അറിയാത്ത ജാതിയെ നീ വിളിക്കുകയും നിന്നെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തം ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൻ അവർ നിന്റെ അടുക്കിലേക്ക് ഓടി വരും. നീ അറിയാത്തൊരു ജാതി, നിന്നെ അറിഞ്ഞിട്ടില്ലാത്ത ജാതി, ഇസ്രായേലിന്റെ പരിശുദ്ധനും യഹോവ നിമിത്തം നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നിന്റെ അടുത്തേക്ക് ഓടി വരും. അപ്പോൾ അനേക പേരോട് സുവിശേഷം പറയാൻ ദൈവം വാതിലുകൾ തുറന്നു. കർത്താവ് ഒരു പേര്, ജീസസ് ഇസ് എ ഡോർ, യേശു വാതിലാകുന്നു. അനേക വാതിലുകൾ ഇതിന്റെ ഇടയ്ക്ക് ദൈവം തുറന്നു. ആത്മീയമായ ദൈവം നമ്മളെ പണിതു. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അങ്ങ് നമ്മൾ നിന്ന് തിരിയാൻ വയ്യാത്ത രീതിയിൽ നേരം പെടുത്തി ഞങ്ങൾ വീട്ടിൽ നിന്ന്. ഇപ്പം മൂത്താള് വിദേശത്തെ, ഇളയ മോന് ഇവിടെ കോളേജിൽ പഠിക്കുന്നു. വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ഫോൺ കോൾ വരും, അങ്ങ് പോയേക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ ചെല്ലുമ്പോൾ അവർ അനേക വിടുതൽ നടന്നു. അനേക വർഷങ്ങളായിട്ട് എണ്ണിച്ച് നടക്കാൻ വയ്യാത്ത വ്യക്തികൾ നടന്നു. അപ്പൊ അവരിങ്ങനെ അവരുടെ വീട്ടിൽ ബന്ധുക്കാർ വന്നപ്പോൾ ഇത് എന്ത് പറ്റി ഇത്രയും നാൾ ഇങ്ങനെ ബ്രദർ സിസ്റ്റർ ഇവിടെ പ്രാർത്ഥിച്ചാന്ന്. കർത്താവ് ചെയ്ത്, ഞങ്ങൾ ചെയ്തതല്ല. അങ്ങനെ അവര് നമ്പർ കൊടുത്തു. അങ്ങനെ അങ്ങനെ മാലപ്പടക്കം രാവിലെ എണ്ണിച്ച രാവിലെ പോയാൽ പിന്നെ വൈകിട്ട് 8-9 മണിയാകുമ്പോൾ തിരിച്ചു വരത്തുള്ളൂ. വരുന്ന വഴിക്ക് തട്ടുതടയിൽ എന്തെങ്കിലും ദോശയും കഴിച്ച് കർത്താവ് വാതിലുകൾ അങ്ങ് തുറന്നു. വാതിലുകൾ നമ്മൾ അറിയാത്ത ജാതികൾ, നിന്നെ അറിഞ്ഞിട്ടില്ലാത്ത ജാതികൾ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ യഹോവ നിമിത്തം നിന്നെ മഹത്വപ്പെടും, നിന്റെ അടുത്തേക്ക് ഓടി വരും എന്നുള്ള വചനം ക്രിയ ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാം ഇതാണ്. അപ്പൊ എല്ലാരും ചോദിക്കും, അപ്പൊ പിന്നെ എല്ലാരും ചോദിക്കും നിന്റെ കാര്യം എന്താ? ഇപ്പൊ കൂട്ടുകാരെല്ലാം വിട്ടുപോയി. അപ്പൊ അവരെല്ലാം പറയുന്നുണ്ട്, എടാ ഞാൻ വിചാരിച്ച് നിങ്ങളുടെ വീട് സ്ഥലം വിറ്റപ്പോഴത്തേന് നീ ഇതിലെ തിരിച്ചു വരുമെന്നുള്ള. എല്ലാരും ബന്ധുക്കാരും അവർ തിരിച്ചു വരും. പക്ഷെ ഞങ്ങള് ഓരോ ദിവസവും ഈ പ്രശ്നത്തിന്റെ നടുവിലൂടെ ഞങ്ങൾ ആ ക്രിസ്തുവിൽ അങ്ങ് ദൈവം അങ്ങ് ശക്തി ആത്മാവിൽ അങ്ങ് ബലപ്പെടുത്തി. അപ്പൊ ഞങ്ങൾ അനേകം ഒരു ആശ്വാസമാകാൻ ദൈവം ഞങ്ങൾ ഉപയോഗിച്ചു. അനേകരെ ബലപ്പെടുത്തി, അനേകരെ ക്രിസ്തുവിലേക്ക്, അനേകരെ രക്ഷയിലേക്ക് കൊണ്ടു. അനേക സ്ഥലങ്ങളിൽ ഞങ്ങൾ ദൂര സ്ഥലങ്ങളൊക്കെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ അതാത് പ്രാദേശിക സഭകൾ ആത്മാക്കളെ നേടിക്കൊടുക്കാനൊക്കെ ദൈവം ഇതിന്റെ ഇടയ്ക്ക് കർത്താവ് ഒത്തിരി കൃപ ചെയ്തു. ഞങ്ങൾ ആത്മീയമായിട്ട് ദൈവം പണിതു. ഹല്ലേലൂയ. ഈ വചനം ക്രിയ ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഈ വർഷം ഇപ്പൊ 20ഓളം വർഷങ്ങളായി അനേകർ യേശുവിനെ അറിയുവാനും ദൈവവചനത്തിലൂടെ. അപ്പൊ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ഓരോ പദ്ധതിയുണ്ട്. നമുക്കിത് ആദ്യം പിടികിട്ടത്തില്ല. ഞങ്ങൾ യേശുവിനെ അറിയാത്തൊരു കുടുംബം, യേശു എന്താണെന്ന് അറിയത്തില്ല. നമ്മള് എല്ലാം നല്ല സൗഹാർദ്ദത്തിൽ ജീവിച്ചു. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഓപ്പോസിറ്റ് ആണ്. കാരണം ഇവിടെ ചർച്ചിലൊക്കെ എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ അവർക്കും പ്രയാസം ബുദ്ധിമുട്ടാണ്. കർത്താവിലേക്ക് വന്ന് അവർക്ക് അത് കിട്ടി ഇത് കിട്ടി വിടുതലാണെന്നൊക്കെ. അപ്പൊ ഞങ്ങൾ അന്ന് ഇത് എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ വല്ല കുറവുണ്ടോ? ഞങ്ങൾ പാസ്റ്റ് ഞങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഇപ്പൊ പാസ്റ്റ് ചിരിക്കും, ഒന്നും ഉത്തരം പറയത്തില്ല. ഇപ്പൊ പാസ്റ്റ് ഇടയ്ക്ക് പറയും, ഇതല്ല, നിങ്ങൾ ഒരു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നു ആർക്കും അറിയത്തില്ല. അപ്പൊ ആദ്യം ദൈവം നിങ്ങൾ ഇതിലൂടെ പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു പറഞ്ഞാൽ ആരും യേശുവിന്റെ അടുത്തേക്ക് വരത്തില്ല. പക്ഷെ നിങ്ങളെ ദൈവരാജ്യത്തെ ദൈവത്തിന് ഉപയോഗിക്കാം, ദൈവത്തിന് തോന്നൽ നിങ്ങളെ കണ്ടു. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സലിയും ദയൊക്കെ ഇത് നമ്മൾ അറിയാതെ നമുക്ക് നല്ല മനസ്സാക്ഷി തരുകയാണ്. ഓരോരോ പ്രയാസം കണ്ടുകൊണ്ടോ. ഞാൻ അനേക ആത്മാക്കളുടെ പ്രയാസം ഞങ്ങൾ വീട്ടിൽ നിന്ന് കരയാറുണ്ട്. അവർക്കൊരു കൈത്താൻ കൊടുക്കണമെന്ന് സാഹചര്യം ഇല്ല. നമ്മൾ ആ ഹൃദയം, ദൈവം തന്ന ഹൃദയം, ഇത് ഒന്നും നമ്മൾ ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ നമ്മൾ അല്ലല്ലോ. അപ്പം ബന്ധുക്കാർക്ക് ഇവർക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഒരു സുഖമായിട്ട് ജീവിച്ചതല്ലേ. ഇതിന്റെ പറയും ഇങ്ങനെ ബന്ധുക്കാർ ഇപ്പോൾ ആ കുറ്റപ്പെടുത്തലിന് ഒരു കുറവില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ അനുഭവിക്കും. പിന്നെ പറയും ഒന്നുമില്ലേലും അവരുടെ മക്കൾ നല്ല രീതിയിൽ വന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മൂത്തവൻ അവിടെ ജോലി, ഇളയൻ പഠിച്ചിറങ്ങിയപ്പോൾ ദൈവം അവന്റെ കൂടെ ബാംഗ്ലൂർ ഒരു കൂട്ടുകാരൻ, അവൻ പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഹല്ലേലൂയ അവന്റെ കൂട്ടുകാരൻ ഒരാൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അവനെയാണ് അവിടെ ബയോകോൺ കമ്പനിയിലേക്ക് വിളിച്ചത്. അപ്പൊ ഇവനോട് പറഞ്ഞു, നീ കൂടെ വാ, നിനക്കും കൂടെ വേക്കൻസി. പറഞ്ഞു എന്നെ വിളിച്ചില്ലല്ലോ. എന്നാലും അവിടുത്തെ പുള്ളി തന്നെ ബയോഡേറ്റ കൊടുത്ത് ഇവനെ അവിടുത്തെ HR വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ അന്ന് ജോലി മാസത്തോടെ അവിടെ ജോലിക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ പിറ്റേ മാസം തൊട്ട് അവൻ അവിടെ ജോലിക്ക് കയറി. കർത്താവിന്റെ കൃപയാൽ ഇപ്പൊ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് അവിടെ തന്നെ അവർ സ്ഥിരം പോസ്റ്റ് കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പഠിച്ചിറങ്ങി ഒരു ദിവസം പോലും മക്കൾക്ക് രണ്ടുപേർക്കും നിൽക്കാൻ ദൈവം അനുവദിച്ചില്ല. മൂത്ത മോനാണെങ്കിലും ഗൾഫിലാണ്, സൗദിയിൽ, അവിടെ ഷാർജയിൽ. അവന് ഞായറാഴ്ച അവന് ഷാർജയിലൊക്കെ ആണെങ്കിലും ആരാധനയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ് ഇത്ര ദുബായ് ആരാധനയ്ക്ക് മെനക്കെട്ടി. ഇപ്പൊ 2 മാസത്തിന് മുമ്പ് ദുബായിലേക്ക് കിട്ടി. അപ്പൊ ഞായറാഴ്ചയാണ് അവർക്ക് അവധി. അപ്പൊ അവിടെ കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അങ്ങനെ കുഞ്ഞുങ്ങളെ ഒപ്പം എന്ത് കാര്യമുണ്ടെങ്കിലും അവരെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും. ഇതൊക്കെ അവരുടെ ബന്ധുക്കാർ പറയുന്നു. ഒന്നുമില്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ നല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടുമ്പോൾ അവരുടെ മക്കളെ ദൈവം അവരെ വിളിച്ച് യേശു ദൈവം അങ്ങനെ. ഇപ്പം പതുക്കെ ബന്ധുക്കാർ പതുക്കെ നമ്മുടെ റൂട്ട് ശരിയാണ്. അവരുടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളവര് ഷോ വെച്ച് ജീവിക്കുമ്പോൾ
കർത്താവ് എല്ലാത്തിനും നന്ദി സ്തോത്രത്തോടും സമാധാനത്തോടും ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ച് ദൈവം നമ്മളെ പണിതെടുത്തതാണ്. ഇപ്പൊ അനേക പേർക്ക് ഇപ്പൊ കൂട്ടുകാരൊക്കെ സ്തോത്രം സ്തോത്രം പറഞ്ഞ് കളിയാക്കുന്ന കൂട്ടുകാരൊക്കെ പതുക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചോണം, മോളുടെ പരീക്ഷയാണ്, അല്ലെ മകന്റെ പരീക്ഷയാണ്, ഇന്ന വിഷയത്തിൽ കടന്നുമ്പോൾ പെട്ടെന്ന് അങ്ങനെ നമ്മൾ അറിയാത്ത വ്യക്തികളെയും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സഹോദരി സഹോദരന്മാരൊക്കെ കേരളത്തിൽ വിവിധ കോണുകളിലൊക്കെ തമിഴ്നാട്ടിൽ ഫോണിൽ കൂടെ സുവിശേഷം പറഞ്ഞ് അവിടുത്തെ നമ്മുടെ റിലേറ്റീവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഫോട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ അയച്ചു തന്നു. അങ്ങനെ നമ്മളെ എറണാകുളം നമ്മുടെ കേരളത്തിന്റെ വിവിധ കോണുകളിലൊക്കെ പാലക്കാട്ട് ആന്റി സുവിശേഷം കേൾക്കാൻ അത് വലിയൊരു അത്ഭുത സാക്ഷ്യമാണ്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ രാത്രി അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു പേര് പ്രാർത്ഥിക്കുവാണ്. ഞാൻ പോയി കിടന്നിട്ട് പരിശുദ്ധാത്മാ പറഞ്ഞു, നീ പോയി ഇരിക്കുന്നു. അപ്പൊ ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ചു 1 മണിയായി 2 മണിയായി വീണ്ടും പോയി കിടക്കാൻ പരിശുദ്ധാത്മ വീണ്ടും എന്നെ പ്രേരിപ്പിക്കുവാണ്. ഹല്ലേലൂയ സ്തോത്രം, നീ പോയി പ്രാർത്ഥിയില്ല അന്യഭാഷ 3 മണിയായപ്പോ എനിക്കൊരു പേര് വെളിപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് പേര് സാവിത്രി എന്നാണ് പേര്. നമ്മുടെ കർത്താവ് ഈ സാവിത്രി എന്ന് പേര് പറയാനാണ് എന്നെ ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു. അപ്പൊ 3 മണിക്ക് സാവിത്രിക്ക് വേണ്ടിയാ 3 തൊട്ട് 5:30 വരെ വീണ്ടും സാവിത്രി. ഏതാ സാവിത്രി? ഞാൻ ആലോചിച്ചിട്ട് നമ്മുടെ റിലേറ്റീവോ പരിചയക്കാരോ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ആരും ഇല്ല. സാവിത്രി നമ്മുടെ ഒരു ഓർമ്മ വരുന്ന പേരില്ല, അടുപ്പോൾ ആരും ഇല്ല. പിന്നെ ഏതാ സാവിത്രി? അങ്ങനെ 5:30 വരെ ഈ സാവിത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊന്ന് കിടന്നു മയങ്ങി ഒരു 6:30 ആയപ്പോ എനിക്ക് പാലക്കാട് നിന്ന് എന്റെ ആന്റി വിളിക്കുന്നു. മോനെ പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് നിൽക്കുന്നു, ചേച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എന്താ പ്രാർത്ഥന വിഷയം? ചേച്ചിയുടെ നാത്തൂനെ സാവിത്രി ഇന്നലെ രാത്രി പാമ്പ് കടിച്ചു, വെന്റിലേറ്ററിലാണ്. എന്റെ കർത്താവേ! ഇപ്പൊ പാലക്കാട് സന്ധ്യയ്ക്ക് പാമ്പ് കടിച്ച്, വിഷമുള്ള പാമ്പായിരുന്നു. അവിടുത്തെ ഹോസ്പിറ്റൽ അവിടുന്ന് ഏതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ വെന്റിലേറ്റർ ആയിരിക്കുകയാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയത്തുള്ളൂ പറഞ്ഞു. ഈ സാവിത്രിക്ക് വേണ്ടിയാണ് രാത്രി മൊത്തം ഞാൻ അറിയാതെ ഒരു പേര് വെളിപ്പെടുത്തി തന്നെ ഇരുത്തിയത്. അപ്പൊ ഞാൻ പറയും നമ്മൾ അറിയാത്തതുകൊണ്ട് നമ്മൾ രാത്രി ദൈവസ്ഥനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ടവറാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പലതും സംസാരിക്കാൻ കാണും. പലപ്പോഴും നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് മനസ്സിലായി, നമ്മൾ ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളെ കൊണ്ട് പലതും ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ ആ അമ്മായി രക്ഷയിലേക്ക് വരാൻ, അമ്മായി കുടുംബം സ്നാനപ്പെടാൻ ഒരു മുഖാന്തരമായി. ഞാൻ പറഞ്ഞ കർത്താവെ, ഞാൻ ഇനി സാവിത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ഇന്നലെ മൊത്തം ഈ സാവിത്രിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. അവർക്ക് വലിയ വിടുതലായി. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അങ്ങനെ ബൈബിൾ കോളേജിൽ പോയി അങ്ങനൊന്നുമില്ല. പക്ഷെ ഞാൻ എന്നും പറയാം, എന്റെ ഗുരു പരിശുദ്ധാത്മാവാണ്. അന്ന് തൊട്ട് ഞങ്ങൾ പ്രശ്നത്തിന് അടുക്കുമ്പോഴും വീട്ടിൽ അന്യഭാഷയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. വിഷയങ്ങൾ മോന് അന്യഭാഷ തന്നെ ടെറസിന്റെ മേളിൽ കിടന്ന് ഇങ്ങനെ പ്രശ്നം അവനിങ്ങനെ പ്രാർത്ഥിക്കും. എനിക്ക് ദേഷ്യം, നീ നിർത്ത്. വിഷയം എന്താണ് നിന്റെ അങ്ങനെ ദൈവം പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയെ ഞങ്ങൾ 4 പേര് ഒന്നിച്ച്. ഞങ്ങൾ എപ്പോഴും പറയാം, ഞങ്ങൾ 4 പേരല്ല ബന്ധുക്കളുടെ, ഞങ്ങൾ 5 പേരാണ്. ഞങ്ങളുടെ യേശു ഉണ്ട്. ഞങ്ങൾ 5 പേരും കൂടെ ജീവിക്കും. ഞങ്ങൾ 4 പേരല്ല, ഞങ്ങളുടെ ഫാമിലി 5 പേരാണ്. ഈ പ്രശ്നങ്ങളും കാറ്റും കോളും ഹല്ലേലൂയ ഇതൊക്കെ തിരിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ ഒത്തിരി വിഷയങ്ങൾ. വൈഫിന്റെ അച്ഛൻ മരിച്ച അവിടെ ചെന്ന ബന്ധുക്കാരെല്ലാം അടക്കം കഴിഞ്ഞപ്പോഴത്തേനും നിനക്ക് എന്റെ മോനെ എവിടുന്ന് വിവാഹം കഴിക്കും, എവിടുന്ന് പെണ്ണ് കിട്ടും, ഇങ്ങനെ എല്ലാവരും ക്രൈസിസ് പല രീതിയിലുണ്ട്. അന്നേരമൊക്കെ അവരോട് ശക്തമായി എതിർത്തുന്നുണ്ട്. ഞാൻ പറയാം, 800 കോടി ജനങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് അവനുള്ള പെണ്ണ് എവിടെയെങ്കിലും കാണും. അത് ഏത് രാജ്യത്താണ്, ഏത് സ്ഥലത്താണ്, കേരളത്തിലാണ്, ഇന്ത്യയിലാണ്, തമിഴ്നാട്ടിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ സമയം ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്നോളൂ. ഇപ്പൊ അവരെല്ലാം അംഗീകരിച്ചു കൊടുക്കും. നമ്മൾ എവിടൊക്കെ തള്ളിക്കളഞ്ഞോ, എവിടൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്ന കർത്താവിന്റെ സ്നേഹം നമ്മളെ അങ്ങ് പിടിക്കുകയാണ്. ഒരു കണക്ക് നമ്മൾ എത്രയോ ഞാൻ പറയും, ഈ വിഷയത്തിൽ കൂടെ നടന്നാലും ദൈവം എത്രത്തോളം നമ്മളെ അതൊക്കെ ദൈവത്തിന് അവിടെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ദൈവത്തിന് അറിയാം. ഈ നിമിഷം വരെ ഞാൻ പറയും 20 കൊല്ലം ദൈവം നടത്തിയില്ല. നമ്മുടെ വരുമാനം നിന്ന് പോയി, നമ്മളെല്ലാം നഷ്ടപ്പെട്ടു. മോനെ ഇളയാളെ പഠിപ്പിക്കാൻ അവർക്ക് ഹൗസ് ബോട്ട് കമ്പനി മാനേജർ ആയിരുന്നു. അവിടുന്ന് ഇൻകം ഒക്കെ കിട്ടാൻ തുടങ്ങി. അവന്റെ പഠിത്തം കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി നിന്നു. പിന്നെ പിള്ളേർ പറഞ്ഞു, മക്കൾ പറഞ്ഞു, അച്ഛൻ കർത്താവിന്റെ വേല തന്നെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ഏതായാലും ചെറിയ ജോലി ഞങ്ങൾക്ക് ആയല്ലോ. ഇനി ദൈവം നമ്മളെ ഇല്ലാത്തപ്പോൾ ദൈവം നടത്തിയില്ല. ഒന്നും ഇല്ലാത്തപ്പോൾ ദൈവം 20 വർഷത്തോളം 18 വർഷത്തോളം നടത്തിയില്ല. അങ്ങനെ ഞാൻ 2-3 വർഷമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിന്റെ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കരങ്ങളിൽ ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ കർത്താവ് അത്ഭുതമായിട്ട് ഓരോ പരിശുദ്ധാത്മ ഒത്തിരി കുടുംബങ്ങളെ എനിക്ക് ആ വചനത്തിൽ ഇപ്പോഴും ഞാൻ അറിയാത്ത ജാതികൾ, എന്നെ അറിഞ്ഞിട്ടില്ലാത്ത ജാതികൾ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ യഹോവ നിർത്തുന്നത് അനേക പേര്. ഞാൻ രാവിലെ ഒരു ഫോൺ മിസ് പറഞ്ഞ 150 കുടുംബങ്ങളോട് വചനം ഇട്ട് കൊടുക്കുകയും അവർക്ക് വേണ്ടി ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുകയും, ഞാൻ കാണാത്തയും കേൾക്കാത്ത ഒത്തിരി വ്യക്തികൾ ഇന്നും കണ്ടിട്ടില്ല. പക്ഷെ അവർ പറയുന്ന ഒരു വിഷയമാകുമ്പോൾ നിങ്ങളുടെ വീടാ ഓർമ്മ വരുന്നത്, നിങ്ങളെ കുറിച്ച് പെട്ടെന്ന് ഒരു ഓർമ്മ വരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അവരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി നിത്യത പെട്ടെന്ന് പറഞ്ഞാലൊക്കെ നമ്മൾ ഫോളോ അപ്പ് അവരുടെ എന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുടെ 8 വർഷം ഞങ്ങൾ അതിന്റെ കൂടെ ഫോളോ അപ്പ് ചെയ്തു ആ ഒരു ആത്മാവിനെ നേടാൻ വേണ്ടി.
ക്ഷമ ദൈവം തന്നിട്ടുണ്ട്. ഇങ്ങനെ പിന്മാറ്റത്തിൽ പോയവരെ പുറകെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യും. അവരോട് നമ്മളൊന്നും നിർബന്ധിക്കത്തില്ല. എപ്പോഴും അവരെ ഒന്ന് വിസിറ്റ് ചെയ്യും, വിളിക്കും, പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. അവരെ ആശ്വസിപ്പിക്കുമ്പോ ഏറ്റവും ആശ്വാസമാണ് വേണ്ടത്. ഞാൻ നോക്കുമ്പോ നമുക്ക് ഒരാളുണ്ട്, കേൾക്കാൻ ഒരാളുണ്ട്. അത് ഹൃദയം നുറുങ്ങിയവർക്ക് ഏകോപവാസ സമീപസ്ഥ. നമ്മൾ ഒരാളെ കേൾക്കണം. അവർ മൊത്തം അമ്മച്ചിമാര് വിളിക്കും. അവർക്ക് വിഷയമൊന്നും ഇല്ല. അവർക്ക് മരണഭയമായിരിക്കും. വീട്ടിൽ എല്ലാവരും ജോലിക്കും ഒറ്റയ്ക്കായിരിക്കും. മോനെ വിളിച്ചു, എനിക്ക് ശ്വാസം മുട്ടുന്നു, ഞാൻ സാരമില്ല, കർത്താവുണ്ട് കൂടെ തൊട്ടടുത്ത്, ഞാൻ പ്രാർത്ഥിച്ചോളാം. അമ്മയെന്നൊക്കെ വിളിക്കുമ്പോ അവര് പറയും എനിക്ക് അത് കേട്ടാൽ മതി, എനിക്ക് സമാധാനമാവും, എനിക്ക് ആശ്വാസം. മോനോ ജീവിച്ചിരിക്കുന്ന മോനുള്ളതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ദൈവം ഉള്ളതുകൊണ്ട് അമ്മച്ചി ജീവിച്ചിരിക്കുന്നത്. ഞാനൊരു കാരണക്കാരൻ മാത്രമേ ഉള്ളൂ, എന്നെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വരുന്ന കോളുകളിൽ ആശ്വാസത്തിന്റെ സുവിശേഷം, സമാധാനത്തിന്റെ സുവിശേഷം. നമ്മൾ ചിലപ്പോൾ അവരോട് വലിയ വലിയ കാര്യങ്ങളായിരിക്കത്തില്ല നമ്മൾ പറയുന്നത്. നമ്മൾ കൊച്ചു കാര്യങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, ദൈവം കരുതിക്കൊണ്ട് ധൈര്യമായിട്ട് യേശു സ്നേഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് പറയുമ്പോൾ അറിയാതെ തന്നെ നമ്മളെ അവർ വാച്ച് ചെയ്യും, നമ്മളെ ശ്രദ്ധിക്കും. അപ്പൊ നമ്മുടെ എന്തും അവർക്ക് തുറന്നു പറയാം. ഇന്നത്തെ കാലത്ത് തുറന്നു പറയാൻ പറ്റിയത് ആൾക്കാരില്ല. ആരോട് പറയാം, ആരെ വിശ്വസിക്കും? ഇന്ന് ഒരാൾ കേൾക്കുക എന്നാണ് ഏറ്റവും വലിയ അടുത്ത്. ജനങ്ങൾ അതുകൊണ്ടുള്ള ക്രൈസിസിലൂടെ കടന്നു പോകുന്നത്. മക്കളെ കുറിച്ചുള്ള ഭാരം, സാമ്പത്തികമായ പ്രതിസന്ധി, ജോലി മേലുള്ള സമ്പർക്കം, ഇതിങ്ങനെ സമ്മർദ്ദം, എല്ലാ മേഖലയിലും മനുഷ്യൻ അവിടെ ഒരു ആശ്വാസം. നമ്മുടെ സത്യസുവിശേഷം എന്ന് പറയുന്ന സത്വവൃത്താനം എന്നൊരു ആശ്വാസമാണ്. പക്ഷെ കർത്താവ് ഇത് പറയാൻ വേണ്ടി കർത്താവ് ഒത്തിരി ഇത് കൊടുക്കേണ്ട വന്നു. പക്ഷെ ഇതെല്ലാം നമുക്ക് ഓർക്കുമ്പോ ഇപ്പൊ ചിരിയായിട്ട് തോന്നും. അന്ന് ആ വിഷയത്തിൽ കർത്താവ് ചെയ്ത് വിടുതൽ എങ്ങനെ നടക്കും, കർത്താവ് ഇത് എങ്ങനെ നടക്കുക, ആ കർത്താവ് എങ്ങനെ ആ വിഷയത്തിൽ കൂടെ കടത്തി, ഇതൊക്കെ ഓർക്കുമ്പോ കർത്താവിന്റെ ഈ നിമിഷം വരെ കർത്താവിന്റെ എല്ലാം ഞാൻ പറയാം, നമ്മുടെ ബുദ്ധിയോ കഴിവൊന്നുമില്ല. പിള്ളേരോട് നമ്മുടെ ഹിതം വേണ്ട, നമുക്ക് കർത്താവിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ദൈവഹിത പ്രകാരം എന്ത് തരും അത് മാത്രം. നമ്മുടെ ഇഷ്ടത്തിനല്ല ലൈഫ്. എപ്പോഴും കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, നമ്മളെല്ലാം നമ്മൾ കർത്താവിനോട് ചോദിച്ചിട്ട് ചെയ്യാം. അത് വാക്കിനാലോ ക്രിയകൾ എന്ത് ചെയ്താലും. ഒരു ബെഡ്ഷീറ്റ് ആയിരിക്കും നമ്മൾ യേശുവിനെ അതേ വിരിച്ച്, അതിനൊരു മനോഹരകാരമുണ്ട്. നമ്മളൊരു ഒരു കൂട്ടാൻ വെക്കുമായിരിക്കും, യേശുവിനെ നാമത്തിൽ കർത്താവ് ഞാൻ കൂട്ടാൻ വെക്കുന്നു. എന്നാ ഞാൻ കടയിൽ പോയാലും ഞാൻ മുടി വെട്ടിക്കാൻ പറയും, കർത്താവ് എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വെട്ടണം. ഹോളി സ്പിരിറ്റ്, എന്റെ ഗുരു ഹോളി സ്പിരിറ്റ് ആണ്. എനിക്ക് ചില ശുശ്രൂഷ കർത്താവ് ചില വൈശാഖ സ്പിരിറ്റിനൊക്കെ ബന്ധിക്കണമൊക്കെ രാത്രിയുള്ള കർത്താവിനോട് പറയുമ്പോ പരിശുദ്ധാത്മാ പറയുന്ന ഗുരു. അപ്പൊ ഇതിന്റെ ഭവിഷ്യത്തുകൾ ഇതിന്റെ എന്താണ് ഇതിന്റെ ഒന്നും എനിക്കറിയത്തില്ല. ഞാനങ്ങ് അത് ചെയ്യുവാണ്. പിന്നെ ഈ ഒരു ദേവദാസനോട് കേട്ട് പരിശുദ്ധാത്മ നമ്മളെ കൊണ്ട് പല പല ചെയ്യിക്കും, ശുശ്രൂഷ ചെയ്യിക്കും. പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ഞാൻ പോകുന്നതൊക്കെ നല്ലത്. പരിശുദ്ധാത്മാവെന്ന കാര്യത്തിന് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇന്നത്തെ കേട്ട പരിശുദ്ധാത്മാവ് എന്ത് കാര്യങ്ങളും നമ്മൾ പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മ, ഞാൻ കർത്താവ് നമുക്ക് വേണ്ടത്. അല്ല നമുക്ക് ജഡപ്രകാരം കേൾക്കുന്ന വചനത്തെ ഗ്രഹിക്കുവാനോ പഠിക്കുവാനോ ഒന്നും പറ്റത്തില്ല. ആദ്യമൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല, കർത്താവ് ഇത് എനിക്ക് മനസ്സിലാവും. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ പാപത്തിൽ നിന്നും നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഹോളി സ്പിരിറ്റ് വന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ വിട്ടു പോകുന്നത്. അല്ലാതെ നമുക്ക് ജഡപ്രകാരം ഒരു തീരുമാനം നടപ്പാക്കാൻ പറ്റത്തില്ല. ഒരു സത്യം അതാണ്. നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ കഴിവിനെ ഇതിനെ ബൈബിളിനെ ഗ്രഹിക്കുവാനോ ദൈവവചനത്തെ പഠിക്കാനോ ഗ്രഹിക്കുവാനോ നമുക്ക് പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ, പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് കൊച്ചു കാര്യങ്ങളായിരിക്കും. നമ്മളൊരു മീൻ മേടിക്കാൻ നമുക്ക് പോയി മീൻ മേടിച്ച് നമുക്ക് വരാം. പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ലത് ലാഭത്തിലൊക്കെ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരു ബന്ധം എപ്പോഴും ഒരു കർത്താവായിട്ടുള്ള ഒരു പരിശുദ്ധാത്മായിട്ട് കൂട്ടായ്മ, കർത്താവായിട്ടൊരു കൂട്ടായ്മ. ഹാലലൂയ. ഇത് ആകുമ്പോൾ നമുക്ക് ആത്മീയ സന്തോഷം അനുഭവിക്കാൻ പറ്റും. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി എല്ലാം പ്രതികൂലങ്ങളായിരിക്കും. എനിക്ക് ദേഷ്യം. പിന്നെ കർത്താവ് ഇപ്പൊ വൈഫ് ഒരിക്കലും ഞാൻ പലപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പുള്ളി പ്രാർത്ഥിക്കും, കർത്താവ് നീ ബലം കൊടുക്കണം. ഇപ്പൊ ഞങ്ങൾ രണ്ടും ഒന്നിച്ച കർത്താവിന്റെ വേലയ്ക്ക് ഒന്നിച്ചു പോകുന്നു. അനേക ഭവനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു. അല്ലെങ്കിൽ അനേക പേർക്ക് ദൈവവചനം ഇട്ട് കൊടുക്കുകയും അനേക പേരെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അതിന് കർത്താവ് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ വൈഫിന്റെ സ്തോത്രം, വൈഫിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ചെറിയൊരു ആക്സിഡന്റ് പറ്റി ICUലായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തെ രാത്രിയിൽ ഇരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജായിരുന്നു, വണ്ടാനം മെഡിക്കൽ കോളേജായിരുന്നു. അപ്പൊ ഞാൻ വൈകിട്ട് വീട്ടിൽ മക്കൾ രണ്ടുമില്ല, ഞാൻ വൈകിട്ട് കൊണ്ട് പുള്ളിക്കാരത്തി കൊണ്ട് സന്ധ്യയ്ക്ക് അവിടെ കൊണ്ടാക്കും. പിറ്റേ ദിവസം ഞാൻ വിളിക്കാൻ പോകും. അപ്പൊ ഒരു ദിവസം ഞാൻ ICUവിന്റെ വാതിക്ക് ഭയങ്കര കൂട്ടക്കരച്ചിലും ഒരു ഭയങ്കര ബഹളം എല്ലാം കൂടെ. അപ്പൊ നമുക്ക് കുറെ 10-30 ആൾക്കാർ നിൽപ്പുണ്ട്. അതിന്റെ നടുവിൽ സ്ത്രീ ഇരുന്ന് കരയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു, ഒരു പള്ളിയിലൊക്കെ ബൈബിൾ ക്ലാസ് എടുക്കുന്ന ടീച്ചറാണ്. അവർ 19 വയസ്സുള്ള മകന് പിന്നെ ഈ ബീർ കഴിച്ചു. ആണ് ഇവര് വഴക്ക് പറഞ്ഞാൽ ഇവൻ പോയി മോൻ പോയി ഒതളങ്ങ കൂടെ ഇതിലൂടെ കഴിച്ചു. ഭയങ്കര വിഷമുള്ള, മാരക വിഷമുള്ള. അപ്പൊ ബീറിന്റെ കൂടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, 24 മണിക്കൂറിനപ്പുറം പോകത്തില്ല, നിങ്ങൾ അറിയിക്കേണ്ടതൊക്കെ അറിയിക്കും, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകാം, പിന്നെ ഓക്സിജൻ സിലിണ്ടർ ഇതുള്ള ആംബുലൻസ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഇങ്ങോട്ടിരിക്കുന്നു. അപ്പൊ ഒരു പള്ളിയിൽ അച്ഛനെ വിളിക്കുന്നു, കുദാശ കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നു. അങ്ങനെ വലിയൊരു സംഭവം നടക്കുവാണ്. ഇത് കേട്ടുകൊണ്ട് എന്നോട് ഹോളി സ്പിരിറ്റ് പറയുവാണ്,
നീ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിയില്ല. ഒരു വചനം തന്നു, സംഹാരദൂതൻ കടന്നുപോയി, ഇനി അവൻ മരിക്കത്തില്ല, നാളെ 12 മണിയാകുമ്പോൾ അവൻ കഞ്ഞി കുടിക്കും, എങ്ങും കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ മതിയെന്ന് നീ അവരോട് പറയാൻ. ഞാൻ പറയാം, എന്റെ കർത്താവ്, ഞാനിത് പറയത്തില്ല. ഇത് 10-30 പേരുടെ നടുവില്ല, ഒരു വലിയൊരു ക്രൈസിസ് നടുവിൽ ഞാനിത് അവരുടെ മുന്നിൽ ചെന്ന് പറയണം. അപ്പൊ ഞാൻ പറയത്തില്ല എന്റെ കർത്താവേ എന്ന്. ഞാൻ ഈ 3-ാം നിലയിൽ നിന്ന് താഴെ വന്ന് എന്റെ സ്കൂട്ടറിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് വീണ്ടും ശക്തം എന്റെ നെഞ്ച് പൊട്ടി പോകുന്ന ഒരു അവസ്ഥ. ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മ നീ ചെന്ന് പറ, നീ പറ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഇവരുടെ അടുത്ത് നിന്ന് വീണ്ടും ഇവരെല്ലാം കണ്ടപ്പോ എന്റെ ശരീരം തളർന്നു. ഈ പരിസ്ഥിതിയുടെ ഈ ഒരു അവസ്ഥ ഞാൻ എന്ത് പറയാം? എന്റെ ശരീരം തളർന്നു പോകുന്നു, എന്റെ ജഡമാണെങ്കിൽ നാണക്കിടും. ഞാൻ വീണ്ടും കർത്താവ് എന്നെ കൊണ്ട് പറ്റില്ല. വീണ്ടും ഞാൻ താഴെ വന്ന് 3-ാമത്തെ നിലയുടെ താഴെ വന്ന് സ്കൂട്ടറിന്റെ അടുത്ത് കയറി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ വീണ്ടും ശക്തമായ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വീണ്ടും അവിടെ അവരുടെ മുന്നിൽ ചെന്ന് ശക്തമായ കർത്താവ് ഇടപെട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ബ്രദറാണ്. ഹല്ലേലൂയ. ഞാൻ ശക്തമായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു നടുക്ക് നിന്നുകൊണ്ട്. സംഹാരദൂതൻ കടന്നുപോയി, ഈ മകൻ മരിക്കത്തില്ല, നാളെ 12 മണിക്ക് ഒരു മകൻ കഞ്ഞി കുടിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ശക്തമായിട്ട് അഭിഷേകത്താൽ അങ്ങ് ഞാനല്ല, എന്നുള്ള അഭിഷേകം പറഞ്ഞു. അപ്പൊ എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. ആ പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ അന്തരീക്ഷം അങ്ങ് മാറാൻ തുടങ്ങി. ശരിക്കും അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. അന്തരീക്ഷം അങ്ങ് മാറി. സൈലന്റ് അല്ല, പെട്ടെന്ന് വലിയൊരു ദൈവസ്ഥാനം ഇവിടെ ഇറങ്ങി. അല്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ സ്വബോധം തിരിച്ചു. എനിക്ക് ആ നാണക്കേടും ചമ്മലും ഉണ്ട്. ഇപ്പൊ ഒരാള് ആ പയ്യന്റെ അച്ഛൻ ചോദിച്ചു, എന്താ സാറിന്റെ പേരെന്തോ? നമ്മൾ എന്റെ പേര് ജയകുമാർ. അപ്പൊ അവർ ഈ പ്രാർത്ഥന ജയകുമാരുടെ യാതൊരു ബന്ധമില്ലല്ലോ. അവർ പള്ളിയിലൊക്കെ വലിയ നമ്പർ ഒന്ന് തന്നേക്കാം. ഞാൻ നമ്പരും കൊടുത്ത് എല്ലാം പറഞ്ഞ് ഞാനിങ്ങ് പോകുന്നു. നമ്മൾ ശക്തോടെ ഇതെങ്ങും കൊണ്ടുപോകണ്ട. അവൻ 12 മണിയാവുമ്പോൾ നാളെ ഇത് ഫുഡ് കഴിക്കും. ഇത് ശക്തോട് പറഞ്ഞിട്ട് ഞാൻ വന്ന് കുറച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പക്ഷേ നമ്പർ ഒന്നും കൊടുക്കേണ്ടിയില്ലായിരുന്നു. എന്താ ചെയ്തത്? ഇപ്പൊ അന്നേരം എന്റെ ആ ജഡം പ്രവർത്തിക്കുന്നത്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഹല്ലേലൂയ, വീട്ടിലാരും ഇല്ല, എനിക്ക് നാണക്കേടും ബുദ്ധിമുട്ടും. ഞാനിപ്പോ ആയിട്ട് ഈ മാത്യു എന്ന പയ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മണി 2 മണി വരെ ദിവസം ഇരുന്ന് രാവിലെ ആയപ്പോഴത്തേന് അന്ന് ഈ നമ്മുടെ ഈ സാധാരണ കൊച്ചു ഫോണാണ്, ടച്ച് ഫോണൊന്നും അല്ല. അങ്ങനെ ആരെങ്കിലും പരിചയക്കാർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 11:30-12 കാലമായപ്പോ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ കടിഞ്ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാ. രാവിലത്തെ ഫുഡൊക്കെ ഇങ്ങനെ വെച്ച് വൈഫിന് വൈകിട്ട് പോയി വിളിച്ചാൽ മതി. അപ്പൊ വിളിച്ചിട്ട് ഒരു പരിചയമില്ലാത്ത നമ്പറാണ്. ഞാൻ ചോദിച്ചു, ആരാ? അത് ഇന്നലെ പ്രാർത്ഥിച്ച ബദറാണ്. നമ്മൾ അതെ. ആ, മകൻ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നു കേട്ടോ. ഓ ജീസസ്, ഹല്ലേലൂയ. വൈകിട്ട് വരുമ്പോ ഇതുവഴി ഒന്ന് വരുവോ? ഞാൻ പറഞ്ഞു, വരാം. അങ്ങനെ അവിടെ ചെന്ന് ആ പയ്യനെ പാടുവാൻ ആ കുടുംബമായിട്ട്, അത് നമ്മൾ അറിയാതെ തന്നെ ആ കുടുംബത്തിലെ ഒരു ഇടപെടലാണ്. അപ്പൊ നമ്മളൊക്കെ പരസ്യമായിട്ട് പറയാൻ ലജ്ജയാണ്. പക്ഷെ ആ മകനെ കുറിച്ചുള്ള ജീവന് ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പൊ ദൈവം ഏത് സമയത്താണ്, ഇത് കാറ്റെന്നാ പറയുന്നില്ല, ആത്മാവ് ഏതുവാണ്, ആരെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ കഴിവോ കൃപയോ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ജ്ഞാനമോ ബുദ്ധിയോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ഞാൻ അറിഞ്ഞതാണ്. സൗഭാഗ്യത്തിൽ നമ്മുടെ അച്ഛനെ ജോലിക്കാർക്ക് തിയേറ്ററിലേക്ക് പോയി ടിക്കറ്റ് എടുക്കണ്ട, ഇന്നാറ് മോൻ എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ടിക്കറ്റ് എടുത്തു. ആ സൗഭാഗ്യത്തിൽ ജീവിച്ചതാണ്, താഴെ ജീവിച്ചതാണ്. ഞങ്ങൾ ആചരിച്ചു പോകുന്ന ദൈവത്തെ വർഷങ്ങളായിട്ട് തലമുറ ആരും അതിനെ ആചരിച്ചു. സത്യം എല്ലാം ഈ ഒരു സത്യവും സമാധാനം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഈ ഒരു സമാധാനം പറഞ്ഞറിയിക്കാൻ വയ്യ. ഇപ്പൊ നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അന്ന് നമുക്ക് വലിയ ക്രൈസിസ് ആണ്. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ ദൈവം ചെയ്ത് എത്ര നന്ദി പറഞ്ഞാൽ, ചില സമയത്ത് ദൈവം നടത്തിയ ഓരോ വഴികളും, ചെയ്ത ഓരോ മകനെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം തുറന്നുറന്ന വഴികളൊക്കെ ഓർക്കുമ്പോൾ അന്നേരം താഴോട്ട് കമന്ന് ഞാൻ കിടക്കും. എനിക്ക് എണ്ണിക്കാൻ പറ്റാ, ദൈവത്തോട് നന്ദി പറഞ്ഞാൽ പറ്റത്തില്ല. ആ ദൈവത്തിന്റെ കൃപ. അപ്പൊ നമ്മുടെ കൃപ, കർത്താവ് സകലത്തിലും കൃപ പെരുകി വരണമേ. നമുക്ക് ഈ ലോകത്ത് ആ 2005 കർത്താവിനെ അറിഞ്ഞു, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും നാൾ എല്ലാം നമുക്ക് ഒത്തിരി പേര്, ബന്ധുക്കാർ, സുഹൃത്തുക്കൾ നഷ്ടപ്പെടും. എത്രയോ ഞാൻ മുഖാന്തരം നഷ്ടപ്പെടും. എത്രയോ ആത്മീയ സുഹൃത്തുക്കളെ, ആത്മീയ സഹോദരി സഹോദരന്മാരെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. അപ്പൊ ഒരു വാക്ക് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എത്രയോ പേര് പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടി ഉണ്ട്. ദൈവദൂതന്മാർ നമുക്ക് വേണ്ടി കാവലുണ്ട്. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന് അഭിഷേകം തന്നിട്ടുണ്ട്. ഒരു ദൈവം ഒരു മകനെ ദൈവരാജ്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് എന്തെല്ലാം കർത്താവ് ചെയ്തത്. നമുക്ക് വേണ്ടി ദൂതന്മാരെ അയക്കുന്നു, നമ്മൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തരുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേക സഹോദരി സഹോദരന്മാരെയൊക്കെ ദൈവം ഒരുക്കുന്നുണ്ട്. അപ്പൊ ഈ ലോകത്തിന്റെ നോക്കുവാണെങ്കിൽ ലോകത്തെ ആർക്കാ സ്വസ്ഥത? ഈ കാണുന്ന ബഹളങ്ങളെല്ലാം, എപ്പോഴും ആ കോലാഹലങ്ങളെല്ലാം പറയുമ്പോൾ, ഹല്ലേലൂയ, കോലാഹലങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഓരോരുത്തരുടെ ദുഃഖവും പ്രയാസവും അറിയുന്നത്. അവരെ അലട്ടുന്ന പ്രയാസങ്ങളുണ്ട്. അത് ഒരു വചനമുണ്ട്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം തിരിഞ്ഞ് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം അത്താഴം കഴിക്കും. ആ കർത്താവ് വാതിലടച്ച്, കർത്താവ് എനിക്ക് പറ്റുന്നില്ല, കർത്താവ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കർത്താവ് വാതിലടച്ച് ആ ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുറിയിലേക്ക് ഇറങ്ങി വന്നൊരു യേശുണ്ട്. നമ്മുടെ കുറവുകൾ നോക്കുന്നില്ല. നമ്മൾ കറുത്തതാണ് വെളുത്തതാണ്, നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയോ നിന്റെ കുടുംബ പാരമ്പര്യം ഒന്നും കർത്താവ് നോക്കുന്നില്ല. കർത്താവ് ഒന്നേ ചോദിക്കുന്നു, നമുക്ക് അതിനൊക്കെ മനസ്സുണ്ടോ? നമ്മുടെ ഹൃദയം എനിക്ക് തരാവോ? ആ ഹൃദയം നമ്മൾ കർത്താവിന് കൊടുക്കുവാണെങ്കിൽ ഇവിടെ ഇവിടെ ഒരു ജീവിതം, നിത്യത വേറൊരു ജീവിതം, ഭൂമിയിൽ നമുക്ക് സമാധാനത്തോടെ ജീവിതം, നമുക്ക് എന്തിലാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇന്ന് കഞ്ഞിയാണെങ്കിൽ നമുക്ക് സ്തോത്രം കർത്താവേ,
നാളെ ബിരിയാണി, അതിനും നന്ദി കർത്താവ് യേശുവേ. ഹാലലൂയ. നമ്മുടെ കർത്താവിന് നമുക്കൊന്നും വേണ്ട. ഞങ്ങൾ സുവിശേഷത്തിൽ എല്ലാവരും പറയുന്നതാണ്. നമ്മുടെ മെഴുകുതിരിയോ ചന്ദനത്തിരിയോ കർപ്പൂരോ നിങ്ങൾ മുട്ട നിൽക്കുകയോ കുരിശ് വരയ്ക്കുകയോ ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. കർത്താവ് ഒന്നേ ചോദിക്കുന്നുള്ളൂ, എന്റെ ഹൃദയം എനിക്ക് തരാമോ? നമ്മൾ ആ ഹൃദയം കൊടുത്താൽ മതി. ഞാൻ നിങ്ങളിൽ വസിക്കുന്ന നമ്മുടെ ഉള്ളിലുണ്ട്. അതാ മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് ദൈവമക്കൾക്ക്, ഞാൻ ആരാണ്? ഹാലലുയ. കൊലോസ്യർ ഹാലലുയ 1:28 മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. അപ്പൊ നമ്മളിൽ ഇരിക്കുന്ന ശക്തിയുടെ അളവറ്റ അല്പം നമ്മൾ അറിയുന്നില്ല. എപ്പോഴും ദൈവമക്കൾ അവരെ കുറിച്ച് തിരിച്ചറിയും, ഞാൻ ആരാണ്, എന്നിൽ വസിക്കുന്ന എന്താണ്, എന്നിലുള്ള അധികാരം എന്താണ്. പാമ്പിനെയും തേളുകളെയും ശത്രുവിന്റെ സകലത്തിന്റെ അധികാരം എനിക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ വാഴുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു ദുഷ്ടം നമ്മളെല്ലാം ആയിക്കോട്ടെ, നമുക്ക് എല്ലാത്തിനും കർത്താവ് ഒരു ഹാലലുയ സ്തോത്രം. ഞാൻ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അച്ഛൻ ഒരു നെഞ്ചുവനായിട്ട് ഹോസ്പിറ്റലിൽ വന്നു. അച്ഛൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ ജോലിയുള്ള പുള്ളിയുടെ ഒരു വിശ്വാസി കുടുംബമാണ്. അപ്പൊ അച്ഛനെ കാണാൻ വേണ്ടി ആശുപത്രി വന്നു. അപ്പൊ അച്ഛൻ പറയും, ഇവന്റെ ഭയങ്കര വിശ്വാസം, ഇവന്റെ ഒരു ബൈബിൾ എപ്പോഴും ഞാൻ കാണുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ അവരോട് തമാശ പറഞ്ഞു. ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യൻ എന്നും ഞങ്ങൾ താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സിൽ എന്നെ ഞായറാഴ്ച കൂട്ടായ്മയ്ക്ക് വിളിക്കാൻ പറ്റും. ആ സമയത്ത് ഞാൻ പറയും, ഞാൻ അടുത്ത ആഴ്ച വരാം. അന്ന് ഈ രാമായണ മഹാഭാരതമൊക്കെ സീരിയലുള്ള കാലഘട്ടമാണ്. ഞാൻ പറയാം അടുത്ത ആഴ്ച വരാം. ഇങ്ങനെ ഒരു വർഷം ഈ പയ്യനായിട്ട് കളിപ്പിക്കും. എല്ലാം പയ്യൻ കൃത്യമായിട്ട് 8 മണിയാകുമ്പോൾ വീടിന്റെ വന്നോ. ഒന്നെങ്കിൽ അന്യന്മാരോട് ഞാൻ പാത്തിരുന്നിട്ട് പറയും, അന്യന്മാരോട് ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ, ബ്രദറെ ഞാൻ ഒരു കൊല്ലം കൊണ്ട് ബ്രദറിനെ അന്വേഷിക്കുന്നു, ബ്രദർ ഒരു വയ്ക്കോ ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് വന്നില്ലല്ലോ. ഞങ്ങൾ പരസ്യമുണ്ട്, ബ്രദർ അവിടെ വന്നൊരു 5 മിനിറ്റ് ഇരുന്നാൽ മതി, എനിക്ക് ഞാൻ പിന്നെ ബ്രദറിനെ അന്വേഷിച്ച് വരത്തില്ലെന്നോ. പക്ഷെ അതെന്റെ ഹൃദയത്തിൽ തട്ടി. അന്ന് അവിടെ ഒരു പരസ്യത്തിൽ ഇപ്പൊ 5 മിനിറ്റ് ഇരുന്നുള്ളൂ. പുള്ളി പറഞ്ഞു, ഇനി ഞാൻ വിളിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞ് പുള്ളി പോയി. ആ കർത്താവ് എത്രയോ വർഷം കഴിഞ്ഞപ്പോൾ ഈ കർത്താവ് വീണ്ടും എന്നെ തേടി വന്നു. ഇപ്പൊ നമ്മൾ അനേകവരെ തേടി അവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് കർത്താവ് ക്ഷമയും കൃപയും തന്നിട്ടുണ്ട്. ഇത് ഞാനും ചെയ്തതാണ്. പക്ഷെ ആ കർത്താവിനെ നമുക്ക് രുചിക്കാൻ അങ്ങനെ നമ്മൾ അറിയത്തില്ല. ദൈവം നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയും. നമ്മൾ അമ്മയോട് ഗർഭപാത്രത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പൊസിഷനിലാണ്, ഏത് പദവിയിലാണെന്ന് ദൈവത്തിന് വിഷയമില്ല. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ മുഖാന്തരം ഭൂമിയിൽ അനേകർ ക്രിസ്തുവിനെ അറിയണം. അതിന് മുഖാന്തരം അനേകർ ദൈവത്തിന് വേണം. ഓരോ മേഖലയിലുള്ള ദൈവം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. തക്ക സമയത്ത് നമ്മൾ നിങ്ങളെ പ്രാർത്ഥിച്ച് വിടുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ നമ്മൾ അറിയാത്ത സൂസൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തവരൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മൾ അവരോട് പറയുക, നിങ്ങൾ മരിക്കാനുള്ള നിങ്ങളുടെ ദൈവം പരിഹരിക്കും. ഇതെങ്ങനെ അറിഞ്ഞു? അങ്ങനെ എത്രയോ പേര് കർത്താവിലേക്ക് നടത്തുകയും. അപ്പൊ പരിശുദ്ധാത്മ നമ്മളെ കൊണ്ട് ഇത് നമ്മൾ പഠിച്ചിട്ട് ചെയ്യുന്നതല്ല, നമ്മുടെ മുന്നിൽ ഒരു അന്നേരം ആത്മാവ് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ മക്കൾക്ക് രണ്ടുപേരും സന്തോഷപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ മൂത്തമോന് വിവാഹമൊക്കെ നോക്കുന്നു. കർത്താവിൽ ദൈവത്തിന്റെ ദൈവസ്നേഹമുള്ള ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിൽ ഞങ്ങൾ ഇന്ന് വാടകയ്ക്ക് താമസിക്കും, എന്നാലും ദൈവം ഞങ്ങൾക്ക് നല്ല ഭവനം തരും. അതിനുവേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഹാലലുയ സ്തോത്രം എല്ലാം വേണം. കർത്താവ് ഹാലലുയ അന്ന് അനേക പേര് ഇന്ന് ലിവിങ്സ്റ്റോൺ എന്ന ചർച്ചിലെ ഒരു ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് ദൈവദാസത്തിന് ഒരു പാസ്റ്ററിന്റെ അണ്ടറിൽ ഞാൻ നിൽക്കുവാണ്. എന്നാൽ ഞങ്ങൾ ഒന്നിച്ച് സഭ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ദൈവം കൃപ ചെയ്തു. ഇന്ന് അനേക പേരെ ക്രിസ്തുവിൽ നേടുവാനും ഞങ്ങൾ രാപകൽ ഇന്നും ഞങ്ങൾ ഉത്സാഹമാണ്. കർത്താവ് കന്ന് ഓടിയതുപോലെ ഒന്ന് ഓടാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ. ഹാലലുയ കർത്താവ് ഇപ്പോഴും അവിടെ ഏറ്റവും വലിയ സന്തോഷം എന്ന ഒരാളോട് സുവിശേഷം പറയുന്ന അത് തൃപ്തിയാണ്. എപ്പോഴും കർത്താവെ ഹാലലുയ രാവിലെ നടക്കാനൊക്കെ പോകും കർത്താവ് ഇന്ന് ഒരാളെങ്കിലും പറയണം. ദൈവം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ മുന്നിൽ ഒരാളെ കൊണ്ട് കർത്താവ് ചെയ്യും. നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് എന്ന് പറഞ്ഞ ഒരാളോട് സുവിശേഷം അറിയിക്കുക, ഈ സത്യം അറിയുക. ഹാലലുയ നമ്മൾ മുഖാന്തരം 5-8 10 പേരോളം പല പല സഭകളിൽ കൊടുക്കാൻ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. നമ്മുടെ കഴിവൊന്നും അല്ല കേട്ടോ. ദൈവം തരുന്നതും സുവിശേഷം അറിയിക്കുന്നതും അവർ കർത്താവിനെ അറിയുന്നതും സ്നാനപ്പെടുവാനൊക്കെ പല പല സഭകളിലേക്ക് കർത്താവ് പലരും നമ്മളെ വീട്ടിൽ അന്വേഷിച്ചു വരാനും പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ വീട് തപ്പി അന്വേഷിക്കുക. കർത്താവ് പറഞ്ഞു, നീ അറിയാത്ത ജാതികൾ, നിന്നെ അറിഞ്ഞിട്ടില്ലാത്ത ജാതികൾ ഇസ്രായേലിന്റെ പരിശുദ്ധനും യഹോവ നിമിത്തം നിന്നെ മഹത്വപ്പെടുത്തേണ്ടത് നിന്റെ അടുത്തേക്ക് ഓടി വരും. ഹല്ലേലൂയ സ്തോത്രം. ആ വചനം ഇന്നും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകവരെ കർത്താവ് ഈ ലോകത്തിൽ ഇനിയുള്ള കാലത്തിൽ അന്ത്യഘട്ടത്തിലേക്ക് പോകുമ്പോൾ കർത്താവിന്റെ വരവിന് കാത്തിരിക്കും അനേകവരെ രക്ഷ തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെ ഉപയോഗിക്കുന്നതിനായി നന്ദി കർത്താവ്. ഹല്ലേലൂയ കർത്താവ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 2004 കർത്താവിനെ അറിഞ്ഞു, 2005 ഈ സ്നാനപ്പെട്ടു. അതിലൂടെ കടന്നു പോയപ്പോഴും ദൈവം ഈ നിമിഷം വരെ ഒരു പോറലും തട്ടാതെ ലജ്ജിക്കാതെ ഈ പ്രയാസത്തിന് നടുവിലൂടെ കർത്താവ് നടത്തി. കർത്താവ് നല്ലൊരു കുടുംബജീവിതം, കർത്താവ് മക്കളെ കർത്താവ് ഏത് കാര്യത്തിനും വിളിച്ച് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ കർത്താവിന്റെ എപ്പോഴും പറയും കർത്താവ് എല്ലാം ദൈവഹിതത്തിനല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതം എപ്പോഴും ദൈവഹിതമുള്ള ബന്ധങ്ങൾ, ദൈവമില്ലാത്ത ഒന്നിനും നമ്മൾ കർത്താവിന്റെ ദൈവനാമം മഹത്വപ്പെടുന്ന ഒരു ലൈഫ് നമുക്ക് പിള്ളേരോടും പറയും. ദൈവനാമം മഹത്വപ്പെടണം. നമ്മളെ കൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. ഇപ്പൊ നമ്മളെ കാണുന്നവരാണ് യേശുവിനെ കാണുന്നത്. നമ്മുടെ സംസാരിക്കുക, നമ്മുടെ പെരുമാറ്റമായിരിക്കാം, നമ്മുടെ ആശ്വാസം. അവരാണ് യേശു സുവിശേഷം പെട്ടെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിനെ അറിയാൻ പറ്റും. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ, നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാൻ പറ്റും. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ആവശ്യം മനുഷ്യന്. നമ്മളിപ്പോ വലിയൊരു പ്രയാസം നിൽക്കുമ്പോൾ അവരോട് വലിയ വലിയ കാര്യം പറഞ്ഞാൽ അവരെ ഏക്കത്തില്ല.
ആദ്യം ഒരു ആശ്വാസത്തിന്റെ വാക്കും ഹാലലൂയ അവരൊരു ബലപ്പെടുത്തി കൊണ്ട് ഞങ്ങൾ കൂടെ ഉണ്ട്, കർത്താവ് ഉണ്ട്, നിങ്ങളെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ലെന്ന് പറയുമ്പോഴാണ് അവർക്ക് ആശ്വാസം. അവർ പെട്ടെന്ന് ഒരു ചർച്ചിലേക്ക് വിളിക്കാൻ ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ചിലപ്പോൾ വേറൊരു വിശ്വാസി ജീവിക്കുന്നവരായിരിക്കും കൂട്ടായ്മ. പക്ഷെ അവരെ നമ്മളൊന്ന് ഫോളോ അപ്പ്, ഞങ്ങളുടെ നേടിയ ആത്മാക്കളെല്ലാം വർഷങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നിട്ടാണ്. ദൈവം തന്ന ക്ഷമയോ, ചിലപ്പോൾ ഒരു കർത്താവ് ഇത്രയും ക്ഷമ ഞങ്ങൾക്ക് തന്നല്ലോ. ഒരു കൂട്ടായ്മ വന്നിട്ട് വിട്ടിട്ട് പോകുന്നവരായിരിക്കും. അവര് കർത്താവിനെ അറിഞ്ഞിട്ടിട്ട് പോകുമ്പോൾ പിന്നീട് വല്ലപ്പോഴും അവരെ വിസിറ്റ് ചെയ്യും, അവരെ വിളിക്കുകയും എല്ലാം നടത്തും. നമ്മളെന്നാലും വീണ്ടും വീണ്ടും അപ്പൊ അവര് പറയും ഒരു വിഷയം വന്നാൽ ആദ്യം നിങ്ങളുടെ കാര്യം ഓർക്കുന്നത്. ഇപ്പൊ ഞങ്ങളിവിടെ ഭവനത്തിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖമില്ല, വണ്ടി കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു തണുപ്പ ചേച്ചി എന്നൊക്കെ ഒരു സഹോദരിമാര് പറയും. ഇതെല്ലാം ഞങ്ങളുടെ കഴിവല്ല, ചേറ്റിലും ചേറിലും കിടന്ന് ഒരു യോഗ്യതയില്ലാത്ത, ഇതൊന്നും പറയാനുള്ള യോഗ്യത ഒന്നും ഇല്ല, പക്ഷെ അവൻ യോഗ്യനെന്ന് എണ്ണി. നമ്മൾ അങ്ങനെ ഒരു പാരമ്പര്യം പറയാനോ ബൈബിളിനെ കുറിച്ച് ഏറ്റവും ഒന്നും പറയാം. ഞങ്ങള് അവിടെ ഇന്നപ്പോ ഭക്തരായിരുന്നു. കർത്താവ് ഞങ്ങളൊരു നേരത്തെ ഇഷ്ടം തോന്നി, കർത്താവ് ഇങ്ങോട്ടെടുത്ത് മാറ്റി. കർത്താവിന് ഞങ്ങളെ കുറിച്ച് വേണം, നമ്മൾ അതേ പറയുന്നുള്ളൂ. എല്ലാം കൃപയാണ്, നമ്മുടെ കഴിവോ നമ്മുടെ ബുദ്ധിയോ ജ്ഞാനമോ ഞാൻ ചെയ്തെന്ന് പറയാൻ എനിക്ക് ഭയമാണ്. എല്ലാം കർത്താവ് ചെയ്യിച്ച് ഈ നിമിഷം വരെ 2025 ഒരാൾ മാർച്ച് 23 വരെ ഇന്നലെ സഹോദരി പറഞ്ഞ സാക്ഷ്യം പറയണം, 1 മണിക്കൂറോളം എടുക്കുന്നത്. അത് നമുക്ക് നോക്കാം. കർത്താവ് ഞാൻ പറഞ്ഞു, നീ എന്റെ എല്ലാ പരിശുദ്ധാത്മ പറയുന്നത് പോലെ ചെയ്യാം. എന്റെ നാവിനെ ഞാൻ എപ്പോഴും പറയും, കുഞ്ഞുങ്ങളെ നാവിനെ എല്ലാ പരിശുദ്ധാത്മകളെ ഏൽപ്പിച്ചേരും. അവൻ നമ്മളോട് എന്ത് പറയുന്നു അതങ്ങ് ചെയ്യുക. പക്ഷെ നമ്മൾ ബലഹീനരാണ്, നമ്മൾ ലോകത്തിലാണ്. നമുക്ക് ഈ പറയുന്ന എല്ലാം നമ്മൾ തികഞ്ഞിട്ട്, നമുക്കും കുറവുകളും ബലഹീനതയും ഒക്കെ ഉണ്ട്. കർത്താവിന്റെ കൃപയാൽ നമ്മളെ നടത്തുവാണ്. ഹല്ലേലൂയ. നമ്മളെ ദൈവം സൂക്ഷിച്ചു, നമുക്ക് സൂക്ഷിക്കാൻ ഒരു യോഗ്യത, അവൻ യോഗ്യനായിട്ട് നമ്മളെ യോഗ്യരായിട്ട് നടത്തുന്നു. ഇപ്പൊ മാന്യത, ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം വിട്ടുപോയ കൂട്ടുകാരൊക്കെ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടു പറയും, ഇനി നീ എടാ പോടാന്നൊക്കെ നിന്നെ വിളിക്കാൻ ഞങ്ങൾക്ക് ഒരു ഭയമാണ്. ഹല്ലേലൂയ. കർത്താവ് അപ്പൊ നമ്മളിലുണ്ടാ ചേഞ്ചാണ് അവർ മനസ്സിലാക്കുന്നത്. ഇനി ഞങ്ങൾ എങ്ങനെ നിന്നെ എടാ പോടാന്നൊക്കെ വിളിക്കുമെന്ന് കൂടെ പഠിച്ച കൂട്ടുകാരൻ. അപ്പൊ ദൈവം നമ്മളെവിടെല്ലാം ഉറപ്പാണ്. നമ്മൾ എവിടെല്ലാം തല താഴ്ത്തിയോ, നീ എവിടെയൊക്കെ ലജ്ജിച്ചോ, എഴുതി വെച്ചു, എന്തെല്ലാം വെച്ചു, അവിടെയൊക്കെ നമ്മളെ കർത്താവിന്റെ കൂടാണോ നമ്മുടെ യാത്ര? നമ്മൾ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരാണോ? എപ്പോഴും ഞാൻ ആത്മാവിൽ നയിക്കപ്പെടുന്നതായിരിക്കണം, ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും അവിടെ ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. നമ്മളിപ്പൊ കാണുന്ന അന്തരീക്ഷങ്ങളെല്ലാം മാറും. ഇന്ന് സാക്ഷ്യം കേൾക്കുന്ന അനേക ജീവിതത്തിൽ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ചില എൻകൗണ്ടറുകളൊക്കെ നടക്കാൻ പോവാണ്. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചാലോ, ചില പരിശുദ്ധാത്മ ശക്തമായി പറയുന്നു, വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച ചില പ്രാർത്ഥന വിഷയങ്ങൾ, ഇങ്ങനെ ഉപേക്ഷിച്ചു പോയ ചില വിഷയത്തിന്മേൽ ഈ ദിവസങ്ങൾ ജീവൻ പ്രാപിക്കാൻ പോവാണ്. ഓ ജീസസ്, നെയിം ഓഫ് ജീസസ്. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് ഒരു ഉത്തരവും കാണാത്ത ചില വിഷയം, മറന്നുപോയ ചില വിഷയത്തിന്മേൽ കർത്താവ്, ചില പ്രോപ്പർട്ടി സംബന്ധമായ വിഷയത്തിന്മേൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവിന്റെ ചില പ്രവൃത്തി വെളിപ്പെടാൻ പോവാണ്. ഓ ജീസസ്. ചില ശാരീരികമായ പ്രയാസങ്ങൾ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് ഓരോ ഭവനങ്ങളിൽ മഹത്വം ഇറങ്ങുന്നതാണ്. നിങ്ങൾ ഇരിക്കുന്നതിന്റെ താഴെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. നിങ്ങളുടെ ഭവനത്തിലേക്ക്, റൂമിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന അനുഭവം പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഓരോ വ്യക്തികളെ പരിശുദ്ധാത്മാവരെ ദൈവരാജ്യത്തിന് ശക്തമായി ഉപയോഗിക്കപ്പെടട്ടെ. അപ്പ ജീസസ്, ജീസസ്. സമയമായ സിസ്റ്റർ? തീർക്കോട്ടെ. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, ഇന്ന് ഈ ഒരു അവസരം കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് ദൈവം ഞങ്ങളുടെ സാക്ഷ്യം പറയുവാനും അനേകരെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും ദൈവം ഒരിക്കൽ നല്ല കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് അവസരം ഒരുക്കി തന്ന കർത്താവ് ഞങ്ങളുടെ സഹോദരി ഹല്ലേലൂയ സന്ധ്യസ്നായും പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യത്തിന്മേലും കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ആരെ അറിയത്തില്ല, എന്നാൽ കർത്താവ് എല്ലാം അറിയുന്നു. അവരുടെ വിഷയത്തിന്മേലെല്ലാം കർത്താവ് നിന്റെ കരം ചലിക്കട്ടെ. കർത്താവ് ഇത്രയും സമയം പറയാൻ അവസരം പരിശുദ്ധാത്മാവ് നന്ദി. യേശുവെ നന്ദി, സ്തോത്രം. ആമേൻ.